അടുത്തതായി മുഖ്യപ്രഭാഷണത്തിന്റെ സമയമാണ്. ഇന്നിവിടെ നമ്മൾക്ക് പ്രഭാഷണം നൽകാനായി എത്തിയിട്ടുള്ളത് ശ്രീ പ്രമോദ് തമ്പി അവർകളാണ്. അദ്ദേഹം KN ബാലാജി സാറിന്റെ ശിഷ്യനും സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ഗുരുധർമ്മ പ്രചരണ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമാണ്. ഇന്നത്തെ വിഷയം ഗുരുദേവനാൽ വിരചിതമായ ഗണപതി സ്തുതി ആയ വിനായകാഷ്ടകത്തെ കുറിച്ചാണ് പ്രഭാഷണം നൽകുന്നത്. ശ്രീ പ്രമോദ് സാറിനെ സ്നേഹപൂർവം ഗുരുദേവ നാമത്തിൽ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം ഗുരവേ സർവലോകാൻ വിഷജേ ഭവരോഗി നിധേ സർവവിദ്യാൻ ദക്ഷിണാമൂർത്തേ. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിന അധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു ഉദ്യോഗത്തിലേക്ക് എത്താൻ കഴിയുന്നതിന് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവർക്കും ഇതിന്റെ ഭാരവാഹികൾക്കും മറ്റെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ പോസ്റ്റ് എന്നെ സ്വാഗതോക്തി അരുളിയ ബൈജു പാലക്കൽ അവർ, എന്നെ ശ്രമിക്കുന്ന മറ്റെല്ലാ UK-യിലുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് ഭഗവാൻ ശ്രീനാരായണ ത്രിപാദങ്ങളുടെ ദിവ്യമായ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിന്റെ ആ ദിവ്യമായിരിക്കുന്ന ആ ചരണങ്ങളെ ഉൾക്കുവാനായിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഉള്ളൊരു ജീവിതമായതുകൊണ്ടാണ് ഈ കുംഭമാസത്തിലെ ചതയത്തിന്. നിങ്ങളുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവിടുത്തെ ജോലിയുടെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ പലതരത്തിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി അല്പസമയം ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് ജീവിത പുണ്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലുള്ള നമ്മുടെ കോടിക്കണക്കിന് ഗുരുദേവ വിശ്വാസികൾ, ഈഴവരെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഗുരുദേവ വിശ്വാസികൾ ഗുരുവിനെ എത്രമാത്രം കണ്ടറിഞ്ഞുകൊണ്ട് ആ ഭക്തിയുടെ തലത്തിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഗുരുവിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യം. അപ്പോൾ നിങ്ങളുടെ ഈ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉദ്യമം, അത് ലോകത്തിന്റെ മുൻപിൽ നാരായണമൂർത്തി ആരാണ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇന്ത്യയുടെ മുൻ പ്രഥമ പൗരൻ അവിടെ എത്തുന്നു. അങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ ദർശനം ലോകത്തിന് മുൻപിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറ്റുക എന്നുള്ള ദൗത്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ നാടും വേരും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് തങ്ങൾക്ക് ഇങ്ങനെ ഒരു വളർച്ചയ്ക്ക് നിദാനമായി തീർന്ന മഹാഗുരുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പൂജയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന മഹനീയ മന്ത്രം മഹാഗുരു നമുക്കായി കൽപ്പിച്ചരളി നൽകിയത് കൊണ്ടാണ് നാം ഇന്ന് ആ പ്രബുദ്ധതയുടെ ആ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിദ്യയുടെ അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ വിദ്യ നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞത് കൊണ്ട്, അത് ഭൗതിക വിദ്യയാണ് നിങ്ങൾ ആദ്യം സ്വാംശീകരിച്ചിരിക്കുന്നതെങ്കിൽ
ആ ഭൗതിക വിദ്യയിലൂടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുവാനായിട്ട് നാടും വീടും ബന്ധുജനങ്ങളെയും തങ്ങളുടെ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിൽ വസിക്കുമ്പോൾ അവിടേക്ക് എത്തുവാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കിയ ഗുരുവിന് ഒരു പൂജ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഗുരുവിന് വേണ്ടി, അല്ലെങ്കിൽ ഗുരുവിനെ അറിയുവാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുപൂജ. അങ്ങനെ ചെയ്യുന്ന ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ, ശരിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞ കാരണം വളരെ സമയം കുറവായിരുന്നു, ഞാൻ നല്ല തിരക്കിലുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ക്രിയയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കൃതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിനായകാഷ്ടകം എടുത്തേക്കാം എന്നുള്ള ഇത് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെയാണ് വിനായക അഷ്ടകത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. ഈ 1 മണിക്കൂർ കൊണ്ട് എത്രമാത്രം അത് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എങ്കിലും എത്തുന്നിടത്തോളം ഭഗവാൻ നമ്മളിലേക്ക് നൽകുന്ന എന്താണോ അത് മാത്രമേ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കൂ. അതായത് ഗുരു നാരായണമൂർത്തി എന്ന ആ ഗുരുസ്വരൂപം, അല്ലെങ്കിൽ നരനായി ജനിച്ച് നാരായണനായി പരിവർത്തനം ചെയ്യപ്പെട്ടതാണോ തന്റെ ജീവിതം എന്ന പുസ്തകത്തെയാണ് നമുക്ക് ശരിക്കും 65 കൃതികളിലൂടെ നമുക്ക് നൽകുന്നത്. അതായത് ഗുരുവിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഗുരു എന്താണെന്ന് ഗുരു പറഞ്ഞുതരാണ്. തന്റെ ഓരോ ജീവിത കാലഘട്ടങ്ങളിലൂടെ താൻ എങ്ങനെ കടന്നുപോയി, തന്റെ ഉപാസനാ സമ്പ്രദായങ്ങൾ എങ്ങനെയായിരുന്നു, ഒരു നരന് നാരായണനായി മാറാൻ എങ്ങനെ കഴിയുമെന്ന് ആ 65 കൃതികൾ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള 65 ആയിരിക്കത്തില്ല, അതിൽ കൂടുതലൊക്കെ ഗുരു തന്റെ അനുഭൂതി തലത്തിലൂടെ ഈ കൃതികളിലൂടെ അല്ലെങ്കിൽ ആ കൃതികളെ കുറിച്ച് ഗാനം ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. അതായത് ഗുരുവിനെ നമ്മൾ അന്വേഷിച്ച് ആരായുകിൽ അന്ധത്വം ഒഴിച്ചാദിമഹസിന് നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവമെന്ന് ആശാൻ പാടിപ്പുകഴ്ത്തിയതുപോലെ ആ ദിവ്യമന്ത്രം പോലെ തന്നെ ഗുരുവിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായും ഗുരു നമുക്ക് ആ അനുഭൂതി തലത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടെത്തിക്കും. എന്തു തന്നെയാണെങ്കിലും വളരെ സന്തോഷമുണ്ട്. അവിടെ നിത്യമായി ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന മക്കളും ചൊല്ലുവാനായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള ഈ വിനായകാഷ്ടകം ഒക്കെ ചൊല്ലുവാനായിട്ട് എടുക്കുന്ന ഉദ്യമം വളരെ സന്തോഷദായകമാണ്. അപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിനൊന്നും മെനക്കെടാതെ മറ്റ് സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തലങ്ങളിലാണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈശ്വരീയമായിരിക്കുന്ന ഒരു ചൈതന്യ സ്വരൂപത്തെ സ്വാംശീകരിക്കുന്ന കുറച്ച് കുരുന്നുകളിൽ നിന്ന് ഇന്ന് ഭഗവാന്റെ ഗാനങ്ങൾ അല്ലെങ്കിൽ ഭഗവാനാൽ വിരചിതമായ കൃതികളൊക്കെ ശ്രവിക്കാൻ കഴിഞ്ഞ തന്നെ മഹാഭാഗ്യമാണ്. ഇനി അധികം സമയത്തേക്ക് ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ കടന്നു പോകുന്നില്ല. നമുക്ക് കൃതിയിലേക്ക് തന്നെ പെട്ടെന്ന് പോകാം. ഏതാണ്ട് വിനായക അഷ്ടകം എന്നാണ് ഇതിന്റെ നാമം. അപ്പോൾ നാരായണമൂർത്തി വിനായകനെ കുറിച്ച് രചിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് രചിച്ചതായി ലഭിച്ചിരിക്കുന്ന ഏക കൃതിയാണ് വിനായകാഷ്ടകം. അപ്പോൾ ഇതിന്റെ രചനയെ കുറിച്ച് 2 തരത്തിലുള്ള ഒരു സംവാദം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 1908 1083 കൊല്ലവർഷം നാഗർകോവിലില്, അതായത് തമിഴ്നാട്ടിലെ നാഗർകോവിൽ, അതായത് കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലില് ഗുരു സന്ദർശിക്കുന്ന വേളയിൽ അവിടെ അധമമൂർത്തികളായിരിക്കുന്ന മാടനെയും വേലനെയും കാളിയെയും കരിങ്കാളിയെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സമൂഹം, അവിടെ മാറാതെ വ്യാധികളൊക്കെ, വസൂരിയും അതുപോലുള്ള വ്യാധികളൊക്കെ പിടിപെട്ട് അതുപോലൊക്കെ വ്യാധികൾ പിടിപെട്ട് ദുരിതത്തിലകപ്പെട്ട കുറെ ജനത. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ മരുത്വാമലയിലുള്ള ദിവ്യ പുരുഷന്റെ അടുത്തേക്ക് അവർ ചെന്ന് തങ്ങളുടെ സങ്കടങ്ങൾ അറിയിക്കുകയും അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കുവാനായിട്ട് കോട്ടാറുന്ന സ്ഥലത്തേക്ക് ഗുരു ഇറങ്ങി വരികയും അവർക്ക് വേണ്ടി ആ ദിവ്യമായിരിക്കുന്ന അനുഗ്രഹം ചൊരിഞ്ഞു. അങ്ങനെ ചൊരിയപ്പെട്ട അനുഗ്രഹത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മള് കന്യാകുമാരി ജില്ലയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം നാഗർകോവിലില് കോട്ടാറുന്ന സ്ഥലത്ത് പിള്ളയാർ കോവിൽ ഗണപതിയുടെ ക്ഷേത്രം. അന്ന് ഗുരു അവിടെ ഉണ്ടായിരുന്ന അധമമൂർത്തികളെയൊക്കെ എടുത്ത് ദൂരക്കളഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ശിവപാർവതി സംഗമത്താൽ സൃഷ്ടിക്കപ്പെട്ട ഗണപതി എന്ന മൂർത്തി സ്വരൂപത്തെ ഗുരു അവിടെ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠയിലൂടെ ആ നാടിന്റെ സർവ്വ ഐശ്വര്യം നൽകുവാനായി അനുഗ്രഹിക്കുകയും അതിനുശേഷം അവിടെ വെച്ച് ആ പിള്ളയാരെ അല്ലെങ്കിൽ ആ ഗണപതിയെ പാടി സ്തുതിച്ച ആണെന്ന് പറയപ്പെടുന്നു. കൂടാതെ വേറൊരു ഭാഷയും കൂടിയുണ്ട്. ഗുരു
കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീട്ടിലെ അമ്മമാർക്ക് എല്ലാ ദിവസവും ഓരോ കീർത്തനങ്ങൾ ചൊല്ലുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗണപതി സ്തോത്രമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചൊല്ലുന്നതിന് വേണ്ടി ഒരു കീർത്തനം എഴുതി കൊടുത്തതാണെന്ന് ഒരു ഭാഷ്യമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഭഗവാനാൽ വിരചിതമായിരിക്കുന്ന ഗണപതി സ്തോത്രം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിനായക അഷ്ടകം മാത്രമാണ്. അപ്പോൾ വിനായക അഷ്ടകം എന്നാണ് ഈ കൃതിയുടെ പേര്. അഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പദ്യങ്ങൾ അടങ്ങുന്നതാണ് അഷ്ടകമായിട്ടുള്ളത്. അപ്പോൾ വിനായകനെ കുറിച്ചുള്ള 6 മന്ത്രങ്ങൾ അടങ്ങിയതാണ് ഈ കൃതി. അപ്പോൾ അതില് നമ്മുടെ നിത്യമായിരിക്കുന്ന പാരായണത്തിന് വേണ്ടി, ക്ഷമിക്കണം, 6-ൽ 8 മന്ത്രം, അഷ്ടം 8 എന്നാണ്, ക്ഷമിക്കണം, ഷഷ്ടി അല്ലെങ്കിൽ ഷഷ്ടമാണ് 6 എന്ന് പറയുന്നത്. പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, അല്ലെങ്കിൽ അഷ്ടം എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8 വിനായകനെ കുറിച്ചുള്ള 8 മന്ത്രങ്ങൾ അടങ്ങിയതാകുന്നു ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിരന്തരം രാവിലെ കുളിച്ച് ശുദ്ധിയായി പ്രാർത്ഥന ചൊല്ലിയാൽ വിനായകന്റെ സർവ സാന്നിധ്യത്തോടു കൂടിയുള്ള അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവ വേദ്യമായിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു കൃതിയിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. അതിനു മുൻപ് എനിക്ക് ഈ ഓൺലൈൻ മീഡിയ വളരെ ഗുണകരമാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഞാൻ UK ഇരിക്കുന്ന നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ അതിന് ഭയങ്കര ഒരു ഡ്രോബാക്കും. കാരണം ഇന്ന് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല. എൻ്റെ മുഖം അല്ലെങ്കിൽ മാത്രമേ എനിക്ക് കാണൂ, അല്ലെങ്കിൽ മറ്റാരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യമുണ്ട്. 37 പേരോളം ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ ആരെയും എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ഈ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഞാനത് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നല്ല ഇതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്ന് കാണുവാനായിട്ടും നിങ്ങൾ ആരൊക്കെ ഇരിപ്പുണ്ടാവുമെന്നൊക്കെ ഇന്ന് കാണുവാനായിട്ടും ഒക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ കണ്ടു പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് പേര് വീഡിയോയിലുണ്ട് കേട്ടോ. ഓർപ്പിച്ചെന്നുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കും, ഞാൻ കണ്ടു കുറച്ച് പേരുണ്ട് വീഡിയോയില്. അപ്പൊ അങ്ങനെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരെയും എനിക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇനി നാട്ടിൽ വരുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴാണല്ലോ ആ പരിചയമുള്ള മുഖങ്ങളാണല്ലോ എന്ന് ഓർക്കെങ്കിലും ചെയ്യാമല്ലോ. നിങ്ങളെല്ലാം നല്ല തിരക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഓടി വീട്ടിലേക്ക് എത്തിയവരാണെന്ന് എനിക്കറിയാം. ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ ജോലി ചെയ്താലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളെന്ന് അറിയാം. എന്താണെങ്കിലും കുറച്ചു പേരൊക്കെ ഇരിക്കാൻ ആ മുഖങ്ങളുടെ ചൈതന്യത്തെയൊക്കെ ഒന്ന് കാണാനായിട്ട് കഴിയും. അപ്പൊ അതിനൊന്ന് പറഞ്ഞാണ് എല്ലാവരും ഒന്ന് അതിനുവേണ്ടി ശ്രമിച്ചാൽ നന്ദി. അപ്പോൾ വിനായക അഷ്ടകം എന്ന കൃതിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വിനായക അഷ്ടകം എന്ന വിനായകനെ കുറിച്ചുള്ള 8 മന്ത്രങ്ങൾ അടങ്ങുന്ന കൃതിയാണ്. ഇപ്പോൾ അതിന്റെ അത് രചിക്കുവാൻ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും നമുക്ക് ശ്രേഷ്ഠമായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണത് രചിക്കപ്പെട്ടു എന്നുള്ള വിശ്വസനീയമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോട്ടാർ എന്ന് പറഞ്ഞ ആ സ്ഥലം, അല്ലെങ്കിൽ നമ്മളുടെ കന്യാകുമാരി ജില്ലയിലുള്ള നാഗർകോവിലിലെ കോട്ടാർ എന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ആ ഒരു വാമൊഴിയാണ് ഏറ്റവും. ഇത് കഥയെന്ന് ഒരിക്കലും പറയാൻ പാടില്ല, കാരണം ഇത് നടന്ന സംഭവമാണ്. നമ്മൾ എന്ത് കേട്ടാലും ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കഥ നടന്ന കഥയാണെന്ന് പറയും. കഥയല്ല, ഇത് ശരിക്കും ഒരു ചരിത്ര സംഭവമാണ്. ഈ ചരിത്ര സംഭവത്തെ നാം ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ആ ചരിത്രത്തിന്റെ ഏടുകൾ ഇന്ന് അവിടെ അതേപടി നിലനിൽക്കുകയാണ്. അപ്പോൾ അന്ന് മഹാഗുരു അവിടെ ഉണ്ടായിരുന്ന മടനെയും മറുതയും അല്ലെങ്കിൽ അതുപോലുള്ള മൂർത്തികളെയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞുകൊണ്ട് അവിടെ ആ ദിവ്യമായിരിക്കുന്ന ഒരു പ്രതിഷ്ഠ നടത്തി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ട് നമ്മളുടെ ചിന്തയില് ഗണപതി എന്ന് പറയുമ്പോഴത്തേക്ക് ആനയുടെ മുഖമുള്ള ഈശ്വരൻ, അല്ലെ, മനുഷ്യന്റെയും മൃഗത്തിന്റെയും സ്വരൂപം തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാകുന്നു ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ പൂർവ്വ ആരാധനാ സമ്പ്രദായ പ്രകാരം മനുഷ്യന്റെ ഭക്തി അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് ഈ ഒരു ഭക്തി തലത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ വേണ്ടി ഉപാസനയുടെ സമ്പ്രദായം 2 തലത്തിലുണ്ടായിരുന്നു. അത് സഗുണ ആരാധനയും നിർഗുണ ആരാധനയും. സഗുണ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപഭാവങ്ങളുള്ള ഈശ്വര സ്വരൂപങ്ങളെ അല്ലെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് ആ രൂപങ്ങളെ ഭജിക്കുന്ന സമ്പ്രദായത്തെ സഗുണ ഉപാസന എന്ന് പറയും. അപ്പോൾ അതിന് മൂർത്തി സ്വരൂപങ്ങൾ, ഇപ്പോൾ ഇത് നമുക്കറിയാം, നമ്മളുടെ മൂർത്തി സ്വരൂപമായി വിരാജിക്കുന്നത് ഒരേ ഒരാൾ, അല്ലെ? ആരാ വിരാജിക്കുന്നത്? ഇടയ്ക്ക് ചോദ്യങ്ങളും ആകാമല്ലോ, അല്ലെ? ആരാ നമ്മുടെ മൂർത്തി സ്വരൂപമായിട്ട് വിരാജിക്കുന്നത്? ഇവിടെ ഏതോ ഒരു വീട്ടിലെ പൂജാമുറി എന്ന് ഞാൻ കണ്ടു. അപ്പൊ ആ പൂജാമുറിയിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ മൂർത്തി സ്വരൂപമായിട്ട് വിരാജിക്കുന്നത്. കാരണം
ഭഗവാൻ ശ്രീനാരായണ പരമഗുരു. അതെ ഗുരുദേവ്. 1888 മഹാഗുരു ഇവിടേക്ക് അരുവിപ്പുറത്തേക്ക് ഇറങ്ങി വന്ന ആ മഹാഗുരുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിനായകനെ കുറിച്ച് ചിന്തിക്കുവാനും, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് UK ഇരുന്ന് ഇതേ നിലയിലേക്ക് വളരുവാനും കഴിയും. ആശാനെന്ന് പറഞ്ഞതുപോലെ അന്യരുടെ ഗുണത്തിന് വേണ്ടി ആയുസ് വവസ്സും ധന്യത്വമുടങ്ങ് ആത്മ തപസ്സും ബലി ചെയ്തു. അത് കുമാരനാശാൻ വെറുതെ പറഞ്ഞല്ലേ, ഗുരുവിന്റെ ചാരയെ നടന്ന് ആ ചിന്നസ്വാമി ആയിരുന്ന കുമാരു കണ്ടറിഞ്ഞ് അനുഭവിച്ച ഗുരുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആ ബ്രഹ്മവിത്തായിരുന്ന ഗുരുവിന് ഒരു നിമിഷ നേരത്തെ അർദ്ധസങ്കല്പം കൊണ്ട് ബ്രഹ്മവിത്ത് വരിഷ്ഠനായി മാറി പരമമായിരിക്കുന്ന സായുജ്യത്തിലേക്ക് ലയം ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ ഗുരു അതിലേക്കല്ല പോയത്. അവിടെ ആരാണോ ഇവിടെ ദുഃഖിതരായി കിടക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം യഥാർത്ഥമായിരിക്കുന്ന ഈശ്വര സ്വരൂപത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ സാധാരണക്കാരായിരിക്കുന്ന നമുക്ക് ഈശ്വര സ്വരൂപത്തിലേക്ക് എത്തണമെങ്കിൽ അതിലേക്ക് എത്ര പടിപടിയായുള്ളൊരു വളർച്ച അനിവാര്യം. അപ്പോൾ അതിനുവേണ്ടി സഗുണ ഉപാസനാ സമ്പ്രദായത്തിലൂടെ ഈശ്വര രൂപ ഭാവങ്ങളെ കണ്ടറിഞ്ഞ്, അല്ലെങ്കിൽ ആ ചിത്രങ്ങളും ആ വിഗ്രഹങ്ങളും, അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള വിഗ്രഹങ്ങൾ അത് വിശേഷേണ ഗ്രഹിക്കപ്പെട്ടതെന്നാണ് അർത്ഥം. അത് വിശേഷമായിരിക്കുന്ന സ്വരൂപത്തിൽ കല്ലിലോ മരത്തിലോ ലോഹത്തിലോ അല്ലെങ്കിൽ ചിത്രരൂപേണയോ ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ആരാധിക്കുന്ന ആ ഒരു വിശേഷമായിരിക്കുന്ന വസ്തുവിനെ ആണ്, അങ്ങനെയുള്ള ആ ഒരു സങ്കല്പത്തെയാണ് വിഗ്രഹങ്ങളെന്ന് അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളെന്ന് നമ്മൾ പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അത് കൃഷ്ണന്റെ ആവാം, വിഷ്ണുവിന്റെ ആവാം, ശിവന്റെ ആവാം, അതുപോലെ ദേവീ ദേവന്മാരുടെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ആ സഗുണ ഉപാസനാ സമ്പ്രദായത്തിലൂടെ നമുക്ക് നിർഗുണ ഉപാസനാ സമ്പ്രദായത്തിലേക്ക് എത്തി ഏറ്റവും പരമമായിരിക്കുന്ന ആത്മസ്വരൂപത്തിലേക്ക് വിലയം പ്രാപിക്കാൻ കഴിയുമെന്ന് സ്വ അനുഭവത്തിലൂടെ ഗുരു അത് മനസ്സിലാക്കിയ ആണ്. ആദ്യം പറയുന്ന നാരായണനായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ആ നടപ്പിൽ ഓരോ കാലഘട്ടങ്ങളിൽ തന്റെ ഉപാസനാ സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ താൻ ആരെയൊക്കെ ഉപാസിച്ചു, എങ്ങനെയാണ് ഉപാസിച്ചു എന്നുള്ളത് ഈ കൃതികളെ നമ്മൾ പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതില് ഗുരുവിന്റെ ഒരു കാലഘട്ടത്തിലെ ആ വിനായക സങ്കല്പത്തെക്കുറിച്ചും ആ വിനായകനിലൂടെ എങ്ങനെ നമുക്ക് മോക്ഷത്തിന്റെ പദവിയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ശ്രേയസ്കരമായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാമെന്നാണ് ഗുരു വിനായകാഷ്ടകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണെങ്കിലും ഈ വിനായകാഷ്ടകത്തിന്റെ ഒരു വൃത്തമുണ്ട്. അത് ഭുജംഗപ്രയാഗം എന്ന് പറഞ്ഞ വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഭുജംഗപ്രയാദം. ഭുജംഗം എന്ന് പറഞ്ഞാല് പാമ്പ്, പ്രയാദം എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുക. അതായത് ഭുജംഗപ്രയാദം എന്ന വൃത്തത്തിലാണ് പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയുള്ള ആ ഒരു താളനിബദ്ധമായിട്ടാണ് ഇതിന്റെ വൃത്തം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിനായകനെ കുറിച്ചുള്ള ആ 8 മന്ത്രങ്ങളിൽ ഒന്നൊരു എത്രമാത്രം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ശരിക്കും നമ്മളുടെയൊക്കെ സങ്കല്പത്തിന് വിഭിന്നമായിട്ടാണ് ഗുരു വിനായകനെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ച് നൽകിയിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് വിനായകനെ കുറിച്ച് വരുമ്പോഴത്തേക്ക് ആനയുടെ തലയും തടിച്ച ശരീരവുമുള്ള ചതുർബാഹുവായിരിക്കുകയും ഒരു കയ്യിൽ മോദകവും മറ്റേ കയ്യിൽ പാശം അങ്കുശങ്ങളും ഒക്കെ ധരിച്ച് സ്വർണ്ണ കുംഭവും ഒക്കെ പേറിയിരിക്കുന്ന ആ ഒരു വിനായകന്റെ സങ്കല്പമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ, ഇന്ന് ഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പൈതൃക പ്രകാരം സനാതനമായിരിക്കുന്ന വിശ്വാസത്തിൽ ഏതാണ്ട് 28-ൽ പരം ഗണപതി സ്വരൂപങ്ങളെ ആരാധിക്കുന്നു. അതായത് ഏക ഗണപതി തൊട്ട് നവഗ്രഹ ഗണപതി എന്ന സങ്കല്പത്തിലേക്ക് വരെ വരുന്ന തരത്തിലുള്ള 28ഓളം ഗണപതി സ്വരൂപങ്ങളെ ഇന്ന് നമ്മളുടെ വിവിധ രീതിയിൽ നമ്മൾ ആരാധിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി അദ്വൈത സിദ്ധാന്തത്തെ വളരെ ശക്തമായി ഉറപ്പിച്ച് നൽകുന്ന ഒരു കൃതിയാണ്. അതായത് ഗുരു ശൈവ സമ്പ്രദായത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഋഷീശ്വരനായ ഗുരുവിന്റെ വസ്ത്രധാരണ രീതിയാണെങ്കിലും വെള്ള വസ്ത്രത്തെയാണ് ഗുരു ഏറ്റവും കൂടുതൽ ധരിച്ചിരുന്നത്. സിലോണിൽ പോകാനായിട്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പോകുന്ന യാത്രാവേളയിൽ ഗുരുവിനെ മറ്റുള്ളവർ കണ്ടാൽ ഒരു സന്യാസി എന്നുള്ള നിലയിൽ കാണണമെന്ന് ശിഷ്യന്മാർ ആഗ്രഹിക്കുകയും അതിൻ പ്രകാരം ഗുരുവിനോടുള്ള അപേക്ഷയിൽ ഗുരു അന്ന് കാവ്യ വസ്ത്രം അവരെ കൊടുത്തതിനെ ധരിക്കുക മാത്രമാണ് ചെയ്തത്. ഗുരുവിന് എന്താ പറയുക, നാരായണമൂർത്തിയുടെ അടുത്ത് ഈ സന്യാസം കൽപ്പിച്ചറിലെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയും ഇവിടെയുള്ള സർവ്വചരാചരങ്ങളുമാണ് നമ്മുടെ ഗുരുവെന്ന് ഗുരു എപ്പോഴും നാരായണമൂർത്തി അത് കൽപ്പിച്ചറിയാറുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും
ശൈവ സമ്പ്രദായത്തിന്റെ ഒരു രീതിയിൽപ്പെട്ടതാണ് വെള്ള വസ്ത്രവും. ഗുരു ഏറ്റവും കൂടുതൽ ഗുരുവിനാൽ രചിക്കപ്പെട്ട കൃതികളും ശിവനെ കുറിച്ചുള്ളതാണ്. പ്രതിഷ്ഠകളിൽ ഏതാണ്ട് 27 പരം പ്രതിഷ്ഠകൾ, 27ഓളം പ്രതിഷ്ഠകൾ ഗുരു തൃക്കരങ്ങളാൽ നടത്തിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശിവനെയും ശിവ കുടുംബത്തിലുള്ള പ്രതിഷ്ഠകളുമാണ് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത്. അല്ലാണ്ടുള്ള പ്രതിഷ്ഠകൾ വേറെ വളരെ വിരളം എന്ന് പറഞ്ഞാല് തുടക്കത്തില് ശിവനിൽ തുടങ്ങി ഓങ്കാരത്തിൽ പര്യവസാനിപ്പിക്കുന്ന പ്രതിഷ്ഠ, അതിൻ്റെ ഇടയ്ക്ക് വിളക്കും അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്തതല്ലാണ്ട് വേറെയുള്ള പ്രതിഷ്ഠകളിലേക്കൊന്നും ഭഗവാന്റെ അവതാര ഉദ്ദേശം അല്ലെങ്കിൽ അവതാരത്തിൽ നടന്നതായിട്ടുള്ള രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പോൾ വിനായകന്റെ ആ കൺവെൻഷനൽ ആയിട്ടുള്ള രീതികളെല്ലാം ഗുരു പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി എങ്ങനെയാണ് ഒരു ഭക്തന് തന്റെ ഇഷ്ടമൂർത്തി വരത്തെ നൽകുന്നത് എന്നുള്ള നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഒരു അനുഭവം. ആദ്യമായിട്ട് നമുക്ക് ഓരോ ശ്ലോകങ്ങൾ അനുസരിച്ച് പറഞ്ഞു പോകണോ അതോ മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു ഞാൻ പെട്ടെന്ന് നിർത്തണം? എന്താണ് ചെയ്യേണ്ടത്? ഓരോ ശ്ലോകം വെച്ച് പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു 3-4 ശ്ലോകം കൊണ്ടൊക്കെ തീർന്നു പോകും. മൊത്തത്തിൽ പറയണമെങ്കിൽ ശ്ലോകം ചൊല്ലാതെയാണെങ്കിൽ പറയാം. അതിന്റെ എണ്ണക്കത്തിന് പറഞ്ഞു സാറേ. അപ്പം ശരിയെങ്കിൽ എന്നാൽ കിട്ടുന്ന അത്ര മതി നോക്കാം. നമുക്ക് 3-4 ശ്ലോകം വെച്ചേക്കും അല്ലെ? ആയിക്കോട്ടെ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അഥർവ ശീർഷം, അതായത് അഥർവത്തിൽ ഗണപതിയെ കുറിച്ചുള്ള ഒരു മന്ത്രമുണ്ട്. ഗണാനാം ത്വാം ഗണപതിക്കും ഹവാമഹേം എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ആ മന്ത്രത്തിലെ ഗണപതിയുടെ സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഓം നമസ്തേ ഗണപതിയെ ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ഹർത്താസി ത്വമേവ സർവം ഖൽവിദം ബ്രഹ്മാസി ത്വം സാക്ഷാൽ ആത്മാസി നിത്യം ഋതം വച്മി സത്യം വച്മി എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ഒരു മന്ത്രമുണ്ട്. ഇത് അഥർവ ശീർഷത്തിൽ ഗണപതിയെ കുറിച്ചുള്ള ഒരു സൂക്തമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടിസ്ഥാന തത്വങ്ങളെല്ലാം നിലനിൽക്കുന്നത് വേദങ്ങളിലാണ്. ആ വേദങ്ങളുടെ അവസാനമായിരിക്കുന്ന വേദാന്തം എന്ന് പറഞ്ഞ ഉപനിഷത്തുകൾ, ആ ഉപനിഷത്തിന്റെ ഊക്തി രഹസ്യം, അതായത് ഉപനിഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ, അതായത് ശരിക്കും വേദങ്ങളില് നമ്മൾ ഇന്ന് കാണുന്ന ശിവനെയോ അല്ലെങ്കിൽ മറ്റ് ദേവതാ സങ്കല്പങ്ങളെ അല്ല ആരാധിക്കുന്നത്. അവിടെ അഗ്നിയെയും അതുപോലെ തന്നെ വായുവിനെയും അത് പഞ്ചഭൂതങ്ങളെയൊക്കെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തിലായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം ഇവയൊക്കെ എങ്ങനെ പരിരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ശ്രേയസ്കരമാക്കാം, അവയെല്ലാം ഈശ്വരനാണെന്നും സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്നത് ആ ബ്രഹ്മചൈതന്യമാണെന്നും അതിനാൽ ഇവയെ ഒന്നും നശിപ്പിക്കാതെ എല്ലാം ഈശ്വര സ്വരൂപമായി കണ്ട് ആരാധിക്കണമെന്നും അതിനെയെല്ലാം പരിപോഷിപ്പിക്കണമെന്നും പരിരക്ഷിക്കണമെന്നുമുള്ള ഭാരതീയന്റെ ശ്രേഷ്ഠമായ ചിന്താസങ്കല്പങ്ങളെയാണ് വേദങ്ങളിലൂടെ നമുക്ക് നൽകിയിരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് ഒക്കെ അങ്ങോട്ട് വന്ന 4ാമത്തെ അല്ലെങ്കിൽ അഥർവ വേദത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ദേവതാസ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ വരികയും അതിൽ ഗണപതി സ്തോത്രം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് ഈ ഒരു 4-5 വരി ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാണ്ട് ഗുരുവിന്റെ സങ്കല്പം എന്തായിരുന്നു, ഇവിടെ അതിന് മുൻപുള്ള ഋഷീശ്വരന്മാരുടെ സങ്കല്പത്തിൽ നിന്ന് ഇതിന് എത്രമാത്രം വിഭിന്നമായിട്ടാണ് ഗുരു നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഗണപതി അഥർവശീർഷത്തിൽ 1ാമത്തെ മന്ത്രത്തിൽ പറയുന്ന ഓം നമസ്തേ ഗണപതി, അതായത് ഓംകാര സ്വരൂപനായിരിക്കുന്ന ഗണങ്ങളുടെ പതിയായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. ത്വമേവ പ്രത്യക്ഷം തത്വമസി. ഈ തത്വമസി എന്ന് പറയും തത്വം അസി. തത്വം എന്ന് പറഞ്ഞാൽ അത് ത്വം നീയാകുന്നു. അത് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന സൂക്തം എന്നാണ് നമ്മൾ അതിനെ പഠിച്ചിരിക്കുന്നത് അല്ലെ? നമ്മളുടെ ഉപനിഷത്തിന്റെ ആ ഏറ്റവും കാതലായി നിൽക്കുന്ന തത്വമസി എന്നുള്ളത്, അതായത് ത്വമേവ പ്രത്യക്ഷം തത്വമസി, അതായത് ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപമാണെന്ന് പറയും. ത്വമേവ കേവലം കർത്താസി, അങ്ങ് തന്നെയാകുന്നു ഈ സർവ്വലോകത്തിന്റെയും കാരകനായിട്ട് വസിക്കുന്നത്. ത്വമേവ കേവലം ഹർത്താസി, അങ്ങ് തന്നെയാണ് ഇതിന്റെ എല്ലാം കാരകനായിട്ട് വസിക്കുന്നതും അങ്ങാകുന്നു. അങ്ങ് തന്നെയാകുന്നു. ത്വമേവ സർവം ഖൽവിദം ബ്രഹ്മാസി, അങ്ങ് തന്നെയാകുന്നു ഇവിടെയുള്ള, അതായത് ഇവിടെയുള്ളത് ഇവിടെ നിലനിൽക്കുന്നതുമായിരിക്കുന്ന എല്ലാ വസ്തുവിന്റെയും കാരകനായിരിക്കുന്ന അങ്ങാകുന്നു. ത്വമേവ സർവം ഖൽവിദം ബ്രഹ്മാസി ത്വം സാക്ഷാത് ആത്മാസി നിത്യം,
അതായത് അങ്ങ് പരമാത്മ ചൈതന്യമാകുന്നു. അങ്ങ് ഋതം വച്മി സത്യം വച്മി. അങ്ങ് ഏറ്റവും പരമമായിരിക്കുന്ന ധർമ്മവും അതുപോലെ പരമമായിരിക്കുന്ന സത്യവുമാകുന്നു. ഇത് അഥർവ സൂക്തത്തിൽ ഗണപതിയെ കുറിച്ച് പറയണം. ഗണപതി എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന ചൈതന്യമാകുന്നു, ബ്രഹ്മസ്വരൂപമാകുന്നു. എന്തിനെയാണോ നാം തേടി നടക്കുന്നത് അത് തന്നെയാണ്, ആ പരമ്പൊരുൾ തന്നെയാണ് ഗണപതി എന്ന് ഗണപതി അഥർവ ശീർഷത്തിലൂടെ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു നൽകുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ എവിടേക്ക് വരാനായിട്ട്? വിനായക അഷ്ടകത്തിലേക്ക് വരാൻ. വിനായക അഷ്ടകത്തിന്റെ പ്രഥമമായിരിക്കുന്ന മന്ത്രത്തിൽ ഭഗവാൻ ശ്രീനാരായണ തൃപാദങ്ങൾ നമുക്ക് നൽകുകയാണ്. നമദ്ദേവ വൃന്ദം ലസദ്ഭേദഗന്ധം ശിരശ്രീമതിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹച്ചാരുശുണ്ഡം സുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ അഭീഷ്ടസന്ധം. നമദ്ദേവ വൃന്ദം ലസത് വേദഗന്ധം ശിരശ്രീമതിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹച്ചാരുശുണ്ഡം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ അഭീഷ്ടസന്ധം. അതായത് നമദ്ദേവവൃന്ദൻ, ദേവസമൂഹങ്ങളാൽ നമിക്കപ്പെടുന്നവൻ, ലസത് വേദഗന്ധം, അതായത് തിളങ്ങുന്ന, ലസത് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നതാണ്, തിളങ്ങുന്ന വേദത്തിന് അല്ലെങ്കിൽ വേദത്തിന്റെ ഗന്ധമായിരിക്കുന്ന, വേദത്തിന്റെ വേരായിരിക്കുന്ന, വേദം എന്ന് പറഞ്ഞിരിക്കുന്ന ചതുർവേദങ്ങളുടെയും കാരകനായിരിക്കുന്നവൻ, ശിരശ്രീമതിന്ദം, ശിരസിൽ ശ്രീ ഐശ്വര്യത്തിന് കാരണമായിരിക്കുന്ന ഇന്ദുവിനെ ചൂടിയിരിക്കുന്നു. ശിരശ്രീമതിന്ദും ശ്രിതശ്രീ മുകുന്ദം, ശ്രിത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, ശ്രീ മുകുന്ദം ഐശ്വര്യത്തിന്റെ ദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ നാഥനായിരിക്കുന്ന മുകുന്ദനും ആശ്രയമായിരിക്കുന്നവനെ, ബൃഹച്ചാരുകുന്ദം തടിച്ച ഉദരത്തോട് കൂടിയവനെ, സ്തുതശ്രീ സനന്ദം സനകാദി മുനിമാരാൽ സ്തുതിക്കപ്പെടുന്നവനെ, ജഡാഹീന്ദ്രകുന്ദം ജഡയിൽ അഹീന്ദ്രനെ, പാമ്പിനെ അണിഞ്ഞിരിക്കുന്നവനെ, മുല്ലമാല പോലെ പാമ്പിനെ അണിഞ്ഞിരിക്കുന്നവനെ, ഭജേ അഭീഷ്ടസന്ധം, ഭജേലീഷ്ടസന്ധം ഭജിക്കുന്ന ആരോ അവന്റെ അഭീഷ്ടങ്ങളെ സാധിക്കുന്നവനെ. അതായത് ഗുരു അവസാനമായിട്ട് നമുക്ക് കൽപ്പിച്ചൊരു കാര്യം പറഞ്ഞിരിക്കും, ഭജേ അഭീഷ്ടസന്ധം. ഈ 4 വരിയിൽ അവസാനമായിട്ട് ഗുരു പറയുകയാണ്, ഉറപ്പിച്ച് പറയണം, ഭജേ അഭീഷ്ടസന്ധം. അതായത് ആര് ഭജിക്കുന്നോ ഭജിക്കുന്ന ഓരോ വ്യക്തിയുടെയും അഭീഷ്ടങ്ങളെ പരിപൂർണമായിട്ടും നൽകുവാൻ ശേഷിയോട് കൂടിയിരിക്കുന്നവനെ. ഞാൻ സ്വല്പം വേഗത്തിലാണോ പോകുന്നതോ? എടുത്തു തീർക്കണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയോണ്ട് എനിക്ക് ഓടിപ്പോയതാ. ഇല്ല, ഇത് കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു 2-3 ശ്ലോകം കൊണ്ട് ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായിരിക്കും നല്ലത് അല്ലേ? കിട്ടുന്നത് നന്നായിട്ട് പോയാൽ പോരെ? അതോ ഞാൻ ഓടിപ്പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ഒരു കണ്ടന്റ് എല്ലാം പറഞ്ഞ് പോയാൽ മതിയല്ലോ. അതെ, ശരി. അപ്പോള് നമദ്ദേവവൃന്ദം, ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്നവൻ. അപ്പോൾ ഈ ദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിവ എന്ന ധാതുവിൽ നിന്നാണ് ദേവൻ എന്ന വാക്കുണ്ടായത്. അതായത് പ്രകാശ സ്വരൂപൻ. ശരിക്കും ദേവൻ എന്ന വാക്കിന് പ്രകാശ സ്വരൂപൻ എന്നാണ്. ആരാണോ ഏറ്റവും പ്രകാശത്തോടു കൂടി വസിക്കുന്നത്? എങ്ങനെ ഈ പ്രകാശത്തോടു കൂടി വസിക്കാൻ കഴിയുന്നത്? അതായത് നമ്മളെല്ലാവരും ജനിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥമായിരിക്കുന്ന 3 സ്വരൂപത്തോടു കൂടി നമ്മളെല്ലാവരും ഉണ്ടാകും. അതായത് നമുക്കുണ്ടാകുന്നത് 3 ഗുണങ്ങൾ നമ്മളിലേക്കുണ്ട്. അതെ, താമസികമായിരിക്കുന്ന ഗുണമുണ്ടാകും, രാജസികമായിരിക്കുന്ന ഗുണമുണ്ടാകും, സാത്വികമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാകും. ഈ 3 ഗുണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സാത്വിക ഗുണത്തെ നന്നായിട്ട് ഉണർത്തി അതിലേക്ക് മാറി ആ സ്വരൂപമായി തീരുന്ന അങ്ങനെയുള്ള സ്വരൂപങ്ങളാണ് ചൈതന്യ സ്വരൂപങ്ങളായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാരായണമൂർത്തി. എപ്രകാരമാണോ ഒരു ബാലകനായി അല്ലെങ്കിൽ ആ നാണുവായി ജനിച്ച് ആ നാണുവിൽ നിന്ന് തൻ്റെ ജീവിതത്തിന്റെ പരിണാമ പ്രക്രിയയിലൂടെ നാരായണനായി പരിണമിച്ച് തീർന്ന മഹാഗുരു, തന്റെ ജീവിതം അതാണ് ഗുരു. ഓരോ വാക്കുകളും ഗുരു തന്റെ ജീവിതത്തെ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത് വിനായകനെ കുറിച്ചാണ് ഗുരു പറയുന്നതെങ്കിലും നമുക്ക് ശരിക്കും അത്ഭുതം കൂറിപ്പോ. അതായത് എന്താണ് കുഞ്ഞെ ഞാൻ അനുഭവിച്ചല്ല, ഞാൻ മാറിയത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. നമദ്ദേവവൃന്ദം,
അത് ദേവസമൂഹങ്ങള് പരിപൂർണമായും നമസ്കരിച്ച് നിൽക്കുന്നവൻ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ദേവസമൂഹത്തിന് ഏറ്റവും ഉപദ്രവകാരിയായിരിക്കുന്ന ഒരു അസുരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഓർക്കണില്ല, ചിലപ്പോ ഇടയ്ക്ക് കയറി വരുമായിരിക്കും. സ്കന്ദനോ അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ആ 3 ലോകങ്ങളെയും കീഴടക്കി ഇന്ദ്രന്റെ സിംഹാസനവും ഒക്കെ പിടിച്ചടക്കി എല്ലാം കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ദേവന്മാർക്ക് ഒരു രക്ഷയുമില്ല. അവര് ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു, അത് കഴിഞ്ഞ് വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. എല്ലാവരും പറഞ്ഞു, അത് ശിവന്റെ അടുത്തേക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനല്ല ഇതിനൊക്കെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത്, ലോകമാതാവായിരിക്കുന്ന പാർവതി ദേവിക്ക് മാത്രമേ കഴിയുള്ളൂ. പാർവതി ദേവിയിലൂടെ എനിക്കുണ്ടാകുന്ന കുഞ്ഞിന് മാത്രമേ ഈ ലോകത്തെ സംരക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും മാതാവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മാതാവ് പറഞ്ഞു, ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട മാതാവ് എന്ന നിലയിൽ എന്റെ ഉത്തമമായ ദൗത്യമാണ്. അതിനാൽ ദേവന്മാരെ എല്ലാം സംരക്ഷിക്കുവാനും സർവ്വ അറിവിന്റെയും കാരണഭൂതനുമായി തീരുന്ന, പ്രകാശത്തിന്റെ നാഥനുമായി തീരുന്ന, അറിവിന്റെ ഇരിപ്പിടവുമായിരിക്കുന്ന ഒരു പുത്രൻ എനിക്കുണ്ടാവും, അവനിലൂടെ നിങ്ങളെ സംരക്ഷിക്കണമെന്ന്. അങ്ങനെ ലോകത്തെ ലോകത്തെ എല്ലാം സംരക്ഷിക്കുവാൻ മാതാവിൽ നിന്നും ഉദയം ചെയ്തത് കൊണ്ട് ദേവസമൂഹങ്ങളെല്ലാം സദാപി വണങ്ങി നിൽക്കുന്നവനാണ്. ലസത് വേദഗന്ധം, വേദത്തിന്റെ നാരായ വേരായവൻ, അതായത് വേദത്തിന് കാരണഭൂതനായിരിക്കുന്നു. അതായത് വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൗരുഷേയങ്ങളായിരിക്കുന്നവയെന്നാണ് പറയുന്നത്. അതായത് ഒരു പുരുഷനാൽ രചിക്കപ്പെടാതെ, ഒരു വ്യക്തിയാൽ രചിക്കപ്പെട്ടതല്ല വേദങ്ങൾ. അത് പല കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മുനീശ്വരന്മാർ അവരുടെ മനന നിധിധ്യാസനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന അറിവുകൾ ഓരോ മന്ത്രസൂക്തങ്ങളായിട്ട് ലോകത്തിന് പ്രദാനം ചെയ്തു. അങ്ങനെ നമുക്ക് ലഭിച്ച ഒരു മന്ത്രസൂക്തമാണ് ഓം ഭൂർഭുവസ്വ തത് സൗദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്നഃ പ്രചോദയാത് ഉള്ള ഗായത്രി മന്ത്രം. അത് വിശ്വാമിത്ര ഋഷി തന്റെ ധ്യാന മനന നിധ്യാസനത്തിലൂടെ തനിക്ക് ലഭിച്ച ആ സംശീകരിക്കപ്പെട്ട അറിവിൽ സവിതാവ് സൂര്യദേവനെ ഈശ്വരനായി കണ്ടുകൊണ്ട് അതിന്റെ മന്ത്രദൃഷ്ടാവായിരിക്കുന്ന ഋഷിയായി വസിഷ്ഠനെ, ആ വിശ്വാമിത്രനായിരിക്കുന്ന താൻ അതിന്റെ ഋഷിയായി കൽപ്പിക്കപ്പെടുകയും തന്റെ ദേവതാ സ്വരൂപമായി സവിതാവിനെ, സൂര്യനെ കാണുകയും അതിന്റെ ഛന്ദസ്സായിട്ട് ഗായത്രി എന്ന 24 അക്ഷരങ്ങൾ അല്ലെങ്കിൽ 24 അക്ഷരങ്ങൾ അടങ്ങുന്ന ഛന്ദസ്സോട് കൂടിയ ഗായത്രി മന്ത്രത്തെ നമുക്ക് നൽകി. ഇത് യജുർവേദത്തിലുമുണ്ട്, സാമവേദത്തിലുമുണ്ട് ഈ ഗായത്രി മന്ത്രസൂക്തം. അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ള മുനീശ്വരന്മാര് അവരുടെ മനനങ്ങളിലൂടെ കണ്ടെത്തിയതാണ് ഓരോ മന്ത്രങ്ങൾ. നമുക്ക് അങ്ങനെ ഒരു മന്ത്രം ലഭിച്ചിട്ടുണ്ട്. ഏതാ മന്ത്രം നമുക്ക് ലഭിച്ച മന്ത്രം? 100 വർഷമായിട്ട് നമ്മളെ നിരന്തരം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രം, ഹോമമന്ത്രം. ഹോമമന്ത്രം. അതായത് അതിന്റെ മന്ത്രദൃഷ്ടാവ് അല്ലെങ്കിൽ ഋഷിയായിരിക്കുന്ന നാരായണ ഋഷിയും അതിന്റെ ദേവത ആരാണ്? അഗ്നി ദേവതയായിരിക്കുകയും അല്ലെ, ദേവതയായിട്ട് അഗ്നിയെയും കണ്ടുകൊണ്ട് ഛന്ദസ് പ്രത്യേകമായിട്ട് അതിനെ ഗുരു ക്രമീകരിച്ചിട്ടില്ല. എങ്കിലും ഏറ്റവും പരമമായിരിക്കും ചൈതന്യം. അതായത് ഈ 5000 ആണ്ടുകൾക്ക് അപ്പുറം ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാർക്ക് ശേഷം ഒരു മന്ത്രസൂക്തം ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞ നാരായണ ഋഷിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. ആ ഗുരുവിന്റെ വംശപരമ്പരയിലല്ല, ആ ഗുരു വസിച്ച മണ്ണിലേക്ക് ജനിക്കാൻ കഴിഞ്ഞു, ഗുരുവിനെ പഠിക്കാനുള്ള ശ്രമത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞു. അത്രമാത്രം പുണ്യമായ ജന്മം നമുക്ക് കിട്ടിയിരിക്കും. എന്താണെങ്കിലും വേദം, അപ്പോൾ ഇങ്ങനെ അപൗരുഷേയമായിരിക്കുന്ന ആ വേദത്തെ വ്യാസൻ ഇതിനെ എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് ഇതിനെ ഓരോ കാറ്റഗറിയാക്കി മാറ്റാൻ വേണ്ടി ഋഗ്വേദമെന്നും യജുർവേദമെന്നും ഇങ്ങനെ പലതാക്കി തിരിക്കുന്നതിന് വേണ്ടി അതെല്ലാം റെഡിയാക്കി. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് നേരെ പരമശിവന്റെ അടുത്ത് ചെല്ലുകയും പരമശിവന്റെ അടുത്ത് അപേക്ഷിച്ചു, ഭഗവാനെ ഇതിന് എന്നെ സഹായിക്കണം. അപ്പൊ പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. പരമശിവൻ പറയാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ, ആ ആളുടെ പേരാണ് ഗണപതി എന്ന്. ആ ഗണപതിയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗണപതിയുടെ അടുത്ത് വ്യാസ ഭഗവാൻ ചെല്ലുകയും വ്യാസന്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഗണേശൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം പകർത്തി എഴുതി തരാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, എപ്പോൾ ഇത് എഴുതാനായിട്ട് തുടങ്ങുന്ന ആ നിമിഷം തൊട്ട് എന്റെ നാരായത്തിന്, അതായത് ഞാൻ എഴുതുന്ന എന്റെ നാരായത്തിന് എഴുത്താണിക്ക് വിശ്രമം ഉണ്ടാകാൻ പാടില്ലെന്ന്. സാധാരണപ്പെട്ട ഒരു ആളെ കൊണ്ട് അത് സാധിക്കത്തില്ല. കാരണം അണമുറിയാതെ ശ്ലോകങ്ങൾ ചൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ വ്യാസൻ പൃഥ്വി ആയതുകൊണ്ട് വ്യാസൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷനെ തിരിച്ച് വ്യാസൻ അങ്ങോട്ട് വെച്ചു,
ഞാൻ പറയുന്ന ഓരോ വാക്കിനെയും ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ അർത്ഥതലങ്ങളിലൂടെ ചിന്തിച്ചുകൊണ്ട് മാത്രമേ, അതിനെ മനസ്സിലാക്കി മാത്രമേ അങ്ങ് ഈ സൂക്തങ്ങളെ എഴുതി ഇവിടേക്ക് വെക്കാൻ സാധിക്കൂ, എഴുതി വെക്കാവൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ വിനായകൻ അല്ലെങ്കിൽ ഗണപതി അതിനെ സമ്മതിക്കുകയും ചെയ്തു. കാരണം നമ്മൾ ഇന്ന് ശരിക്കും നമ്മൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഇന്ന് എന്താ പറഞ്ഞ നമ്മളുടെ കാതുകൾ, അതായത് ഗണപതിയുടെ രൂപം തന്നെ ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും ഗണപതിയുടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ തല അല്ലെ. ആനയുടെ തലയിൽ രണ്ട് വിശാലമായിരിക്കുന്ന ശൂർപ്പകർണം, നല്ല വിശാലമായിരിക്കുന്ന രണ്ട് ചെവി, നീണ്ട തുമ്പിക്കൈ, ശരീരത്തിലാണ് തടിച്ച വയറ്, അതെ, ലംബോദരൻ, അങ്ങനെയുള്ള മന്ദഗമനനായിരിക്കുന്നവന്. അപ്പൊ അതിന്റെ പ്രതീകത്തിൽ തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്ത് കാര്യത്തെയും നല്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കേൾക്കുവാനായിട്ട് വിശാലമായിരിക്കുന്ന ചെവി, ഗണപതിയുടെ രൂപത്തിന്റെ ഏറ്റവും നല്ല ആ ഒരു കാര്യത്തെ നമുക്ക് കാണിച്ചു തരിക. ആ വിശാലമായ ശൂർപ്പകർണം, മുറം പോലുള്ള ചെവി. ആനയെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച ആനയുടെ തുമ്പിക്കയുടെ ഒരു പ്രത്യേകത അറിയാം. അത് എപ്പോഴും അതിന്റെ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തിയാക്കി തട്ടി അതിലുള്ള അഴുക്കെല്ലാം കളഞ്ഞിട്ട് അത് ആഹരിക്കുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ കൂടി എത്രമാത്രം അത് തന്റെ കാലിലോ എവിടെയായാലും ഒക്കെ തട്ടി അതിലൊരു ചെറിയ പ്രാണി, ഒരു ജീവി പോലും ഇല്ലാതെയാക്കി അതിനെ ആഹരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ എടുക്കുന്ന കാര്യങ്ങളിലെല്ലാം അത്രത്തോളം ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ ഗണപതിയുടെ പ്രതീകത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ വളരെ ചെറുതും എന്നാൽ സ്നേഹസമ്പന്നമായിരിക്കുന്ന കണ്ണുകളാ ഗണപതിക്കുള്ളൂ. അതായത് എല്ലാത്തിനെയും വളരെ കരുണയോടെ കാണുന്ന ഒരു കണ്ണുള്ള ആളെന്നാണ് ഗണപതിയുടെ ആ സങ്കല്പത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഗണപതിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല തടിച്ച്, വയറെന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള വയറാണ്. അപ്പൊ അങ്ങനെ വലിപ്പമുള്ള വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയും. എന്ത് കാര്യങ്ങളെ കിട്ടിയാലും അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് തന്നിലേക്കാക്കി അതിനെ അടക്കാൻ കഴിയുന്ന ആളെന്ന നിലയിലും ഗണപതിയെ നാം പഠിക്കണമെന്നാണ്. അപ്പോൾ എന്താണേലും ലസദ്വേദഗന്ധം, ഇങ്ങനെ ആ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് വേദത്തെ പകുക്കാൻ അല്ലെങ്കിൽ വേദങ്ങളെ നാലാക്കി തീർക്കുവാനായിട്ട് വ്യാസന് സഹായിയായി തീർന്നവൻ, അല്ലെങ്കിൽ വേദത്തിന് കാരണഭൂതനായി തീർന്നവനെ നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദം, ശിരസിൽ ശ്രീമതിന്ദും ഐശ്വര്യത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ചന്ദ്രക്കലയെ ധരിച്ചിരിക്കുന്നവനെ, ശ്രിതശ്രീ മുകുന്ദം, ഐശ്വര്യത്തിന്റെ നാഥനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ സർവരുടെയും ഐശ്വര്യത്തെ കാരണഭൂതനായിരിക്കുന്ന മുകുന്ദന് പോലും ആശ്രയമായിരിക്കുന്നവനെ. അതായത് തനിക്ക് ഏത് ദുഃഖമുണ്ടെങ്കിലും ശരിക്കും ഗണാനാം ത്വാം ഗണപതി എന്ന് പറയും. ഈ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടം, ആ ഗണങ്ങളുടെ എല്ലാം പതിയായിരിക്കുന്നവൻ, കൂട്ടങ്ങളുടെ എല്ലാം രാജാവ്, അവരുടെ എല്ലാം നാഥനായിരിക്കുന്നവനെ. എത്ര സമയം? 11:15 വരെ അല്ലേ സമയം? സംസാരിച്ചു കാര്യം ചെയ്തു. അത് ഞാൻ ഒന്നല്ലേ എത്തിയുള്ളൂ അല്ലേ. അതായത് തന്നെ ആശ്രയിക്കുന്ന, ശരിക്കും നമുക്കിത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു സംശയത്തിലേക്ക് വരും അല്ലെ. എല്ലാവരുടെയും ആശ്രയമായിരിക്കുന്ന ആളെന്നാണ് നമ്മൾ ആരെ കുറിച്ച് കാണുന്നത്? വിഷ്ണുവിനെ കുറിച്ച് കാണും അല്ലെ. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായിരിക്കുന്ന ഓങ്കാര സ്വരൂപം, അല്ലെങ്കിൽ ആ സൃഷ്ടിക്ക് കാരകനായിരിക്കുന്ന ബ്രഹ്മാവ്, സർവരെയും പരിപാലിക്കുന്നവനായിരിക്കുന്ന വിഷ്ണു, എല്ലാവർക്കും ലയസ്ഥാനത്തേക്ക് നയിക്കുന്ന പരമശിവൻ, അങ്ങനെയുള്ള മൂന്ന് മൂർത്തികളിൽ സൃഷ്ടിയുടെ നാഥനായ അല്ലെങ്കിൽ പരിപാലനത്തിന്റെ നാഥനായിരിക്കുന്ന വിഷ്ണുവിന് പോലും ആശ്രയമായിരിക്കുന്നവനെ. അതായത് ഇതിനകത്ത് ഗുരു പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ അവസാനം വരുമ്പോൾ അത് ഗുരു ശരിക്കും എടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. സാറേ ഒരു സെക്കൻഡ്, നമുക്ക് ഒത്തിരി സ്പീഡിൽ പോകണ്ട. ഒരു കാര്യം ചെയ്യും, ഒരു പകുതി അങ്ങ് ഈ പ്രാവശ്യം ചെല്ല, അടുത്ത മാസം പകുതി വന്നെടുക്കാമോ? ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. അല്ലെ പിന്നെ നമുക്ക് ഏതായാലും ഇതെല്ലാരും മനസ്സിലാക്കാനായിട്ടല്ല, വെറുതെ ഒരു ടൈം പാസിനൊന്നും അല്ലല്ലോ. അപ്പം വളരെ നല്ലതായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ നമുക്ക് ധൃതി വെക്കണ്ട, ഒരു 4 ശ്ലോകം എടുക്കുക. എന്ത് പറയുന്നു? ഇല്ല അങ്ങനെയല്ല, കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും 8 ശ്ലോകം പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ ഈ സമയത്തിനുള്ളിൽ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നടക്കത്തില്ല. സാധാരണ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു 4 ശ്ലോകം എടുക്കാനായിട്ട് 4 മണിക്കൂറത്തെ ഒരു ടൈം ആവും. 4 ശ്ലോകം നമ്മളൊരു ക്ലാസ് എടുക്കും. അത്
ചിലപ്പോൾ 2 ക്ലാസ് കൊണ്ടൊക്കെ തീരുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞു. ഗണപതിയെ കുറിച്ച് നമ്മൾ ശരിക്കും കൺവെൻഷണൽ ആയിട്ട് പഠിച്ചിട്ട് ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കാറ്. കാരണം നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തെ മൊത്തം ഗുരു ഉടച്ച് വാർത്ത് കളഞ്ഞ് ശിവനും ഗണപതിയും തമ്മിൽ യാതൊരു ഭേദവുമില്ല, ആ ദ്വൈതഭാവം അവിടെ ഇല്ലെന്ന് ഗുരു നമ്മളെ ഉറപ്പിച്ച് പറയുക. ആ ഉറപ്പിച്ച ഭാവത്തിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ മറ്റൊരു സങ്കല്പത്തിലേക്ക് പോലും ഉണ്ട്. അതായത് വിനായകനെ ഭജിച്ചാല് ആ ചെന്ന് വീഴുന്ന പൂവ്, അതായത് എന്താ പറഞ്ഞ കണ്ണപ്പൻ പൂജിച്ചതുപോലെ തന്നെ കണ്ണ് പറിച്ചെടുത്തേച്ച് കളഞ്ഞിട്ട് വായിൽ നിന്ന് വെള്ളം കൊണ്ട് ഇത് കവിൾ കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും അത് ചെന്ന് ശിവന്റെ പാദങ്ങളിൽ വീഴുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെന്ന് വിനായകനെ ഭജിച്ചാലും അതിനപ്പുറത്തേക്കൊന്നുമില്ലെന്ന ഗുരു പഠിപ്പിച്ചു തരും. അപ്പൊ അതല്ല നമ്മൾ, പക്ഷെ അത് പഠിക്കുമ്പോഴത്തേക്ക് അവിടെയും നമുക്ക് വേറെ രീതിയിലേക്ക് നമ്മൾ പഠിച്ചു പോയി. ഇതുവരെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന അങ്ങനെയാണ്. വിനായകൻ എന്ന് പറയുമ്പോൾ വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ പോയി നമ്മൾ ഇന്ന പൂജ ചെയ്താൽ നമുക്ക് കാണും. പക്ഷെ ഇത് ശരിക്കും പഠിച്ചു വന്നാൽ നമുക്ക് അതെല്ലാം അങ്ങ് വിട്ടുപോകാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് സാറ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ സാർ എപ്പോഴും പറഞ്ഞു തരുന്നത് നമ്മൾ തെറ്റായ വഴി ആരെയും കൈപിടിച്ച് നടത്തണം, നമുക്ക് പറ്റുമെങ്കിൽ ഗുരുവിന്റെ ചിന്തകൾക്കൊപ്പം നടക്കാൻ കഴിഞ്ഞാൽ അത്രയല്ല ഭാഗ്യം. അപ്പോൾ സിദ്ധ സ്ത്രീ മുകുന്ദ, അതായത് മുകുന്ദന് പോലും സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിനർത്ഥം. അതായത് എല്ലാവരിലും നിറഞ്ഞു നിന്നുകൊണ്ട് ആ പ്രാണചൈതന്യമായി നിറഞ്ഞു നിന്നുകൊണ്ട് സർവരെയും സംരക്ഷിക്കുന്ന ആരോ അവനെയാണ് വിഷ്ണു എന്നുള്ള ആ പദത്തിന്റെ അർത്ഥമില്ല. അങ്ങനെയുള്ള ആ വിഷ്ണുവിന് പോലും ആശ്രയമായി തീർന്നിരിക്കുന്നവൻ, അങ്ങനെ ആശ്രയമായിരിക്കുന്നവനെ ബൃഹച്ചാരി സ്വന്തം തടിച്ച ശരീരത്തുള്ള തടിച്ച ഉദരത്തോട് കൂടിയവനെ. അപ്പൊ ഉദരത്തിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നുണ്ടായി, എല്ലാത്തിനെയും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് ഗണേശൻ നിൽക്കുന്നത് അല്ലെ. ഗണപതിയുടെ ഏത് ചിത്രം എടുത്താലും അത് വലിയ കൂമ്പാരം പോലെ ഭക്ഷണം വെച്ചിരിക്കും. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഹൃദ്യമായി നമ്മൾ കഴിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ശരിക്കും നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ വാരി വെട്ടി വലിച്ച് നമ്മൾ കഴിക്കുക. അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ബുദ്ധിയെയും എല്ലാം നശിപ്പിക്കും. പക്ഷെ ഗണേശന്റെ ആ ഒരു സ്വരൂപത്തിൽ ആ തടിച്ച ശരീരവും ആ വലിയ ഇതുമൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിനേയും തന്നിലേക്ക് എടുത്തുകൊണ്ട് അത് താനായിട്ട് മാറുവാൻ ശേഷിയുള്ളവൻ. അപ്പോൾ നമ്മൾ ആഹരിക്കുന്നത് എന്ത് നാമായിട്ട് മാറുമെന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഹരിക്കുന്ന എന്താണോ ആ സ്വഭാവത്തിലേക്ക് നമുക്ക് പരിവർത്തനമുണ്ട്. അപ്പോൾ സാത്വികമായിരിക്കുന്ന ആഹാരവും ആഹാര സമ്പ്രദായങ്ങളിലൂടെയുമാണ് നമ്മളുടെ ജീവിതചക്രത്തെ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വേദങ്ങളെ പകുക്കുവാനായിട്ടല്ല, ആ പകുക്കുന്നതിന് പങ്കാളിയായിട്ട് തീരുവാനായിട്ടുള്ള ശേഷി നമുക്ക് ലഭിക്കുന്ന മഹാഗുരു ഇതിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരും. സുധശ്രീ സനന്ദം, അതായത് ഐശ്വര്യത്തിന്റെ നാഥന്മാരായിരിക്കുന്ന സനക സനന്ദാദി മുനിമാരാൽ വന്ദിക്കപ്പെടുന്നവനും ജഡാഹീന്ദ്ര കുന്തം, ജഡയിൽ അഹീന്ദ്രനെ അതായത് പാമ്പിനെ സർപ്പരാജാവായിരിക്കുന്ന വാസുകി അല്ലെങ്കിൽ സർപ്പരാജാവിനെ ഒരു മുല്ലമാല പോലെ അണിഞ്ഞിരിക്കണം ജഡാഹീന്ദ്ര കുന്തം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു സംശയത്തിന് ഇടയില്ലാതെ ഗുരു ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലേ? ആണോ? അങ്ങനെ തോന്നിയായിരുന്നോ? ഇടയ്ക്കൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ്. എന്നാലേ ഉള്ളൂ നമ്മൾ എന്തുമാത്രം നോക്കുന്നുണ്ട്, ഇതിങ്ങനെ കേൾക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ശരിക്കും നമ്മളുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അന്നേരം ഗണപതിയെ പോലെ തന്നെ ചിന്തിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും നമ്മുടെ നിന്ന് വിട്ടുപോകും. ഇപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരികയാണ്, ശിരശ്രീമധിന്ദു, ശിരസിൽ ഐശ്വര്യത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ഇന്ദുകല ചൂടിയിരിക്കുന്നവൻ, ജഡാഹീന്ദ്ര കുന്ദം, ജഡയിൽ അഹീന്ദ്രനെ ചൂടിയിരിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നയാരാ? ആരെ ഇത് രണ്ടും ചെയ്യുന്നത്? ശിവൻ അല്ലെ, ശിവഭഗവാനാണ്. അപ്പൊ അങ്ങനെയുള്ള ശിവഭഗവാൻ തന്നെയാണ്, അതായത് അച്ഛന്റെ അതേ സ്വരൂപമായിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ എടുത്ത് ഞാൻ ഭജേ അഭീഷ്ട സന്ധം, എന്ത് ചോദിച്ചാലും തരുവാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്. നമ്മൾ ഭജിക്കുന്നത് എപ്പോഴും എന്ത് ചോദിച്ചാലും തരുന്ന ആളെ വേണം നമ്മൾ ഭജിക്കാൻ. നമ്മൾ അങ്ങനെയുള്ളവരാണ് ഭജിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളല്ലേ, നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് കാര്യം സാധിക്കാനുള്ള ആൾക്കാരുടെ പുറകെ നമ്മൾ. പക്ഷെ ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അടുത്തോട്ട് ചെന്നാൽ അഭീഷ്ടങ്ങളെ, നമ്മളുടെ അഭീഷ്ടങ്ങളെ എല്ലാം സാധിച്ചു തരുന്ന ആളായിരിക്കണം. അതായത് അങ്ങോട്ട് മാത്രം കാര്യങ്ങൾ മേടിച്ച്
കാര്യങ്ങളിലെല്ലാം നമ്മുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കാനായിട്ടുള്ള ആളെ വേണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ഭജിക്കുവാനുള്ള. അടുത്തത്, അപ്പൊ ഈ പറഞ്ഞ 4 വരിയിൽ ഉള്ള വാക്കുകളും ഇതുമെല്ലാം കിട്ടിയിട്ടുണ്ടോ മക്കൾക്കൊക്കെ? ഏതെങ്കിലും ഇനി ആ വാക്കുകളോ പദങ്ങളോ തിരിച്ചു പറയേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ അവിടെ നിരന്തരമായി ഇംഗ്ലീഷ് മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും വീട്ടിൽ വന്നാൽ തന്നെ സംസാരിക്കാനായിട്ട് വളരെ ഇതായിരിക്കുമല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലുവന്റ് ആയ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് വളരെ കുറച്ചായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെ, മലയാളം കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ചൊല്ലി ഒന്ന് ഇതാവാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ വാക്കുകളെ ഒന്നുകൂടെ പറയണമെങ്കിൽ നമദേവവൃന്ദം ലസദ്വേദഗന്ധം ചൊല്ലുമ്പോ അങ്ങനെ തന്നെ ചൊല്ലണം. ലസദ്വേദഗന്ധം സ്ഥിരശ്രീമതിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹച്ചാരുകുന്ദം സുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ അഭീഷ്ട സന്തം. ഇനി അടുത്ത 4 വരിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. കിലദേവഗോത്രം കനദേവ ഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്രം ത്രയീപൂതപാത്രം സമസ്താർത്ഥിദാത്രം ഭജേ ശക്തിപുത്രം. കിലദേവ ഗോത്രം, അതായത് എന്താ പറഞ്ഞേ, അത്ഭുതങ്ങൾ കാണിക്കുന്ന ഗോത്രത്തിൽ പിറന്നവനാണ്. അത്ഭുതങ്ങൾ കാണിക്കുന്ന ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പറയുന്നത് ദേവന്മാരെ കുറിച്ചാണ് പറയുന്നത്. കിലദേവ ഗോത്രം അനദേമ ഗാത്രം. അതായത് ദേവന്മാർക്ക് അവരുടെ ഇച്ഛാനുസരണം അവരുടെ രൂപഭാവങ്ങളെയൊക്കെ മാറി ഭക്തന് അനുഗ്രഹം നൽകുവാനായിട്ട് സാധിക്കുന്നവർ കിലദേവ ഗോത്രം. അതായത് ലീലപ്രിയന്മാരായിരിക്കുന്ന ദേവന്മാരുടെ ഗോത്രത്തിൽപ്പെട്ടവർ. അതായത് ദേവന്മാർക്കെല്ലാം അവരുടേതായിരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപഭാവങ്ങളിൽ അവതാരമെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലീലകളോട് കൂടിയാണ് എല്ലാവരും ഈ ഭൂമി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അനുഗ്രഹവും നിഗ്രഹാനുഗ്രഹ സ്വരൂപന്മാരായിട്ട് വസിക്കുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കനദേമഗാത്രം, അതായത് വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ നിറത്തോടു കൂടിയുള്ള ശരീരം. കനദേമഗാത്രം സദാനന്ദ മാത്രം, എല്ലായ്പ്പോഴും ആനന്ദത്തെ മാത്രം പ്രദാനം ചെയ്യുന്നവനും. മഹാഭക്തമിത്രം, ഭക്തന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മിത്രമായി വസിക്കുന്നവനും. ശരചന്ദ്രവക്രം, ശരത്കാലത്തെ ചന്ദ്രനെ പോലെ, അതായത് കാർമേഘമില്ലാതിരിക്കുന്ന ആകാശത്തിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദരമായിരിക്കുന്ന മുഖത്തോട് കൂടിയവനും. ത്രയീഭൂതപാത്രം, 3 വേദങ്ങൾക്കും അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്നവനും. 3 വേദങ്ങളുടെയും കാരണഭൂതനായിരിക്കും. ത്രയീഭൂതപാത്രം, ഭൂതം എന്ന് പറഞ്ഞാൽ വേദം, ആ വേദങ്ങളുടെ കാരകനായിരിക്കുന്നവനും. സമസ്താർത്ഥി ധാത്രം, അതായത് ദുഃഖിതരായിരിക്കുന്നവരുടെ ദുഃഖങ്ങളെ, സമസ്ത ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനും. സമസ്താർത്ഥി ധാത്രം, അവയെല്ലാം നശിപ്പിക്കുന്നവൻ. സമസ്തമായിരിക്കുന്ന ദുഃഖത്തെയും, ദുഃഖിതരായിരിക്കുന്നവർ സമസ്ത ദുഃഖത്തെയും നശിപ്പിക്കുന്നവനും. ഭജേ ശക്തിപുത്രം, ഇങ്ങാപ്പുറം ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കാര്യം പറഞ്ഞു. ഭജേ ശക്തിപുത്രം, അതായത് ആദ്യം ഭഗവാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ, ഭജേ അഭീഷ്ട സന്തം. രണ്ടാമത് പറയുന്നു ഭജേ ശക്തിപുത്രം. കിലദേവ ഗോത്രം കനദേമ ഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്രം ത്രയീഭൂതപാത്രം സമസ്താർത്ഥിദാത്രം ഭജേ ശക്തിപുത്രം. ശക്തിയുടെ പുത്രനായിക്കൊണ്ടിതാ ഞാൻ ഇവിടെ ഭജിക്കുന്നു. അപ്പോൾ ആദ്യം അച്ഛന്റെ സ്വരൂപമാണ് മകനെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ ഗുരു പറഞ്ഞു, അമ്മയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ പുത്രനായിരിക്കുന്നവനെ നിന്നെ ഞാനിതാ ഭജിക്കുന്നു. എന്റെ അമ്മയുടെ പുത്രൻ എന്ന് പറയാനായിട്ട് കാരണം അപ്പൊ അതിനും ഒരു കഥയുണ്ട്, അല്ലെ? ഗണേശ പുരാണത്തിൽ പറയുന്ന ഭഗവാൻ ശ്രീ ഗണേശൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദേവി പാർവതി തപസ്സൊക്കെ ചെയ്ത് ശിവന്റെ മനസ്സിനെയൊക്കെ ഇളക്കി വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും അദ്വൈതമൊക്കെ ആഘോഷിച്ചൊക്കെ ഇരിക്കുന്ന സമയം കൈലാസത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഭഗവാൻ എന്തോ ലോക കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഒന്ന് പെട്ടെന്ന് പോയി. അപ്പോൾ വൈകുന്നേരം
തന്റെ പതിയുള്ള സമയത്ത് മാത്രമേ സ്നാനാദി കർമ്മങ്ങൾ ദേവി ചെയ്യാറുള്ളൂ. അപ്പോൾ ഭഗവാൻ വരേണ്ട സമയമൊക്കെ അടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും കുളിക്കുവാൻ വേണ്ടിയുള്ള തൈലങ്ങളൊക്കെ ദേഹത്ത് പുരട്ടി അതിന് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. സമയം ഇങ്ങനെ പലത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തൈലമൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ശരീരത്തേക്ക് തൈലത്തിന്റെ ഭാഗത്ത് നിന്നും ദേവിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മറ്റ് വേർപ്പും മറ്റ് കണങ്ങളും എല്ലാം കൂടി ഒരു ശരീരരൂപം അല്ലെങ്കിൽ ഒരു രൂപം കയ്യിലേക്ക് വരികയും ആ രൂപത്തെ ദേവി എടുത്ത് തന്റെ കയ്യിൽ വെച്ചപ്പോഴത്തേക്ക് ഒരു ശിശുവിന്റെ മുഖഭാവം ദേവിക്ക് തോന്നുകയും ആ രൂപത്തിലേക്ക് നോക്കിയിരുന്ന ദേവിക്ക് തന്നെ അമ്മയെന്ന് വിളിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുകയും ദേവിയുടെ മനസ്സിൽ നിന്ന് മാതൃത്വം അങ്ങ് ഒരു ഗംഗയെ പോലെ ഒഴുകി ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ദേവി തന്റെ ചൈതന്യം കൊണ്ട് തന്റെ കയ്യിലേക്ക് വന്ന ആ പിണ്ടത്തിന് ഒരു ഒരു പ്രാണൻ അല്ലെങ്കിൽ അതിലേക്ക് പ്രാണനെ പ്രസരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാണൻ പ്രസരിച്ച് ഒരു കുഞ്ഞായിട്ട്, ഒരു ആൺകുട്ടിയായിട്ട് തന്റെ ശരീരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ തന്റെ വേർപ്പും മറ്റ് കണങ്ങൾ കൊണ്ട് ഉരുത്തിരിഞ്ഞ് ഒരു പുത്ര സ്വരൂപമായിട്ട് സൃഷ്ടിക്കുകയും ചെയ്തു. ആ പുത്രനെ ഉണ്ടായ ഉടനെ ആ പുത്രൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, മോനെ ഇപ്പോൾ നിനക്ക് ചെയ്യേണ്ട ഒരു ധർമ്മം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യണം. സാധാരണ പിതാവാണ് അമ്മ സ്നാനഗ്രഹത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുന്നത്, മറ്റാരുടെയും ശല്യമില്ലാതെ നിർത്തുന്നത്. അതുകൊണ്ട് നീ ഇന്ന് പിതാവിന്റെ ആ ജോലി ചെയ്യണം, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നേരെ സ്നാനഗ്രഹത്തിലേക്ക് പോയി. സ്നാനഗ്രഹത്തിൽ പോയപ്പോഴത്തേക്ക് ആ സമയം തന്നെ ശിവ പെരുമാൾ അവിടെ എത്തുകയും അവിടെ നിൽക്കുന്ന ബാലകനെ കണ്ടുകൊണ്ട് ശിവൻ ആ ബാലകനുമായിട്ട് ശണ്ടയുണ്ടാകുകയും അപ്പോൾ ബാലകൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ആജ്ഞപ്രകാരം അമ്മ ഇപ്പോൾ സ്നാനഗ്രഹത്തിലാണ്, അവിടേക്ക് ആരെയും പ്രവേശിക്കാൻ കഴിയുകയില്ല. പെട്ടെന്ന് ഭഗവാൻ ഉണ്ടായ ഒരു കോപം കൊണ്ട് ആ ബാലകന്റെ ശിരസ് അറുത്ത് കളയുകയും അപ്പോൾ ദേവി ആ രോദനം കേട്ടുകൊണ്ട് സ്നാനഗ്രഹത്തിൽ നിന്ന് വരികയും അങ്ങനെ ദേവിക്ക് അതിയായ ദുഃഖം ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ആ ദുഃഖം തന്റെ പതിക്ക് പത്നിക്കുണ്ടായ ദുഃഖത്തിൽ പതിക്ക് അതിയായ വിഷമം ഉണ്ടാകുകയും ഭഗവാൻ തന്റെ ഭൂതഗണങ്ങളെ അയച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവിയുടെ ശിരസിനെ അറുത്ത് ഈ ശിരസിനോടൊത്ത് ചേർക്കുകയും അങ്ങനെ ഗജത്തിന്റെ ശിരസാണ് ലഭിക്കുകയും അങ്ങനെ ഗജമുഖനായി തീരുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട് ദേവിക്ക് ദുഃഖമുണ്ടായപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവൻ ഗണങ്ങളുടെ എല്ലാവരുടെയും അധിപതിയായി, എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടവനായി, വിഘ്നരാജനായി, എല്ലാവരുടെയും വിഘ്നങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് സർവരുടെയും അധിപതിയായി ഇവൻ പ്രശോഭിക്കും, വേദത്തിന്റെ കാരകനായി തീരും. ഇവനെ ഭജിക്കാത്ത ആർക്കും ഒരു കാര്യങ്ങളിലും മുക്തി ഉണ്ടാകില്ല. വിഘ്നരാജൻ എന്ന നാമത്തിൽ ഇവൻ ലോകത്തറിയപ്പെടും, ഗണപതി എന്ന നാമധേയത്തിൽ ഇവൻ അറിയപ്പെടുമെന്ന് അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശക്തിയുടെ പുത്രനായിരിക്കുന്നവനെ ഭഗവാൻ നമ്മളോട് ഈ കഥയും പറഞ്ഞുതരാം. അങ്ങനെ ശക്തിയുടെ പുത്രനായിരിക്കുന്നവനെ കിലദേവഗോത്രത്തിൽ ലീലാമയന്മാരായിരിക്കുന്ന ദേവന്മാരുടെ ഗോത്രത്തിൽ പിറന്നവനും സുന്ദരമായിരിക്കുന്ന സ്വർണവർണ്ണത്തോട് കൂടിയവനും. അപ്പോൾ സ്വർണവർണ്ണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കാര്യമുണ്ട് അല്ലെ. ശിവന്റെ രൂപത്തിലല്ല ഇരിക്കുന്ന, ശിവന്റെ ജടയും തലയിലെ പാമ്പ് മാത്രമേ ഉള്ളൂ. അമ്മയെ പോലെ നല്ല സുന്ദരമായിരിക്കുന്ന വർണ്ണത്തോട് കൂടിയിരിക്കുന്നവനാണ്. സദാനന്ദ മാത്രം, ആര് തന്നെ ആശ്രയിക്കുന്നു അവർക്കെല്ലാം ആനന്ദത്തെ മാത്രം പ്രദാനം ചെയ്യുന്നവനും മഹാഭക്തമിത്രം, തന്റെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഭക്തന്മാരുടെ മിത്രമായിരിക്കുന്നവനും ശരത്ചന്ദ്ര വക്രം, എപ്പോഴും നല്ല ഐശ്വര്യവാനായിരിക്കുന്നവനും, അതായത് തന്നെ ആശ്രയിക്കുവാനായിട്ട് എത്തുന്നവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന വദനത്തോട് കൂടിയിരിക്കുന്നവനും അല്ലെ. മുഖത്തിന്റെ ആ സൗന്ദര്യം വലിയൊരു കാര്യമാണ്. അത് ശരിക്കും മുഖസൗന്ദര്യം, മുഖത്തിന് നല്ലൊരു പ്രസന്നത ഇല്ലെങ്കിൽ നമുക്ക് ആരോടും ഇടപെടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ആരുടെ അടുത്തേലും ചെന്ത് കാര്യമെല്ലാം പറയണമെങ്കിൽ ഒന്നിച്ചിരി മുഖമൊക്കെ കടിപ്പിച്ചിരിക്കുകയാണ്, നമ്മൾ ആരോടെങ്കിലും വർത്താനം പറയുമോ? പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തോന്നും അല്ലെ. അപ്പൊ ഭഗവാൻ പറയാണ്, ശരത്കാല ചന്ദ്രനെ പോലെ ശോഭിച്ച് തിളങ്ങി സുന്ദരമായിട്ട് ആരെന്ത് ചോദിച്ചാലും നൽകാൻ കഴിയുന്ന അനുഗ്രഹത്തോട് കൂടിയിരിക്കുന്ന ത്രയീഭൂതപാത്രം, 3 വേദങ്ങളുടെയും കാരകനായിരിക്കുന്നവനും സമസ്താർത്ഥിദാത്രം, തന്നെ ആശ്രയിക്കുന്നവന്റെ സർവ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനും ശക്തിയുടെ പുത്രനായിരിക്കുന്നവനെ അങ്ങേ ഞാനിതാ ഭജിക്കുന്നു. ഗളദ്ദാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാധാനശീലം
സുരാരാധികാലം മഹേശാത്മപാലം ലസത് പുണ്ട്രപാലം ഭജേ ലോകമൂലം. ഭജേ ലോകമൂലം. അപ്പോൾ ഇനി ഇതാ ഇതിന്റെ കാര്യങ്ങൾ പറയാം. നമ്മൾ ആദ്യം ചൊല്ലിയ മന്ത്രം ഇവിടെ വന്നു. ഏത് മന്ത്രം വന്നത്? ഗണപതി അഥർവ ശീർഷം ഭഗവാൻ. മൂന്നാമത്തെ മന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു. ഇതാ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറയാൻ കാരണം. അപ്പോൾ ഗുരുവിന്റെ കൃതികളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മളെ എവിടെയാ കൊണ്ട് എത്തിക്കുന്നത് നമ്മൾ ശരിക്കും അങ്ങ് ഞെട്ടിത്തരിച്ചിരുന്നു ഗുരുവിന്റെ ഓരോ കൃതികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും. അതായത് ഇത്രമാത്രം നമ്മൾക്ക് വേണ്ടി, അതായത് ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു ഗുരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ആരും ഇല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ. വേറെ എങ്ങുമില്ല. അതുകൊണ്ടാണ് ഈ 100 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളിലൂടെ ഗുരുവിന്റെ ആ വചനങ്ങൾ നമ്മളെ അടക്കി ഭരിച്ച നാട്ടിൽ ചെന്ന് നമുക്കത് ചെയ്യാൻ കഴിയും. ഇല്ലേ? ആ നാട്ടിൽ ചെന്ന് നിങ്ങൾക്ക് അവിടുത്തെ പ്രമുഖ വ്യക്തികളെ വിളിച്ചു നിർത്തി ഭാരതീയനായിരിക്കുന്ന ഒരു പ്രഥമ പൗരനെ വിളിച്ചു നിർത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് മഹാഗുരുവിന്റെ ആ ഒരു പ്രഭാവം അതിശക്തമാണ്. ഇത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ ഇതൊന്നും ലോകം അറിഞ്ഞു മാറാൻ വേണ്ടി നിങ്ങളെ അവിടേക്ക് നിയോഗിച്ചിരിക്കുന്ന ഇതൊക്കെ വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ശരിക്കും പഠിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അങ്ങ് മാറി. അപ്പോൾ അത് അടുത്തായിട്ട് പറയുന്നത് ഗളദ്ദാനമാല. ഗളത്തിൽ ഗളദ്ദാനമാല. ഗളത്തിൽ അതായത് ശരിക്കും മതജല പ്രവാഹത്തോട് കൂടി ഇരിക്കുന്നവനെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് ഇതിൽ പറയുന്നത്. ശരിക്ക് എന്താ പറയുന്നത്? മതജലങ്ങൾ. ഗളദാനമാലം ചലദ്ഭോഗ്യമാലം, അല്ലെങ്കിൽ ഗളത്തില് ഇങ്ങനെ മതജലം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നവരും ചലദ്ഭോഗ്യമാല. കഴുത്തിലെ പാമ്പുകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഗളാംബോധകാലം. മേഘത്തിന്റെ കറുപ്പോട് കൂടിയ കണ്ടത്തോട് കൂടിയവനും സദാദാനശീലം, എന്ത് ചോദിച്ചാലും നൽകുവാനിരിക്കുന്നവനും. സുരാരാധികാലം. സുരന്മാരുടെ ശത്രുക്കളായിരിക്കുന്നവന്മാരെ നശിപ്പിക്കുന്നവനും. മഹേശാത്മപാലം. മഹേശന്റെ ആത്മഫലം ഒരു പുത്രനായി മാറിയവനും. ലസത് പുണ്ട്രപാലം. 3 കുറികൾ അണിഞ്ഞിരിക്കുന്നവനും. ഭജേ ലോകമൂലം. അപ്പോൾ ഇവിടെ ലോകത്തിന്റെ മൂലമായി, ലോകത്തിന്റെ കാരകനായിരിക്കുന്നവനെ അങ്ങേ ഇതാ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇവിടെ നമ്മളെ കൊണ്ട് ഭഗവാൻ ഇവിടെ ചൊല്ലിക്കുന്നത്. ലോകത്തിന്റെ മൂല കാരണമായി ഗളദ്ദാനമാലം. മതജലം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നവൻ. മതജലം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ വർഷം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. ഗളദ്ദാനമാലം ചലദ്ഭോഗ്യമാലം. ഇളകിക്കൊണ്ടിരിക്കുന്ന സർപ്പത്തെ മാലയായിട്ട് ധരിച്ചിരിക്കുന്നവനും. ചലദ്ഭോഗ്യമാലം ഗളാംബോധകാലം. മേഘക്കറുപ്പോട് കൂടിയ കഴുത്തോട് കൂടിയാണ്. അതായത് അങ്ങനെ കഴുത്തിരിക്കുന്ന ആർക്കാ ഉള്ളത്? ശിവൻ അല്ലേ? അതായത് കഴിഞ്ഞ 26-ാം തീയതി എല്ലാവരും ആ ഒരു സങ്കല്പത്തിലായിരുന്നു നിങ്ങൾ തുടങ്ങിയപ്പം പറഞ്ഞിരുന്നത് അല്ലേ? സദാദാനശീലം. ആര് എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതെല്ലാം നൽകുവാനായിട്ടിരിക്കുന്നവനും. സുരാരാധികാലം. സുരന്റെ ശത്രുവിനെ കാലനായിട്ട് ഭവിച്ചിരിക്കുന്നവനും. മഹേശാത്മപാലം. മഹേശന്റെ ആത്മബലം ഒരു പുത്രസ്വരൂപത്തിൽ ജനിച്ചവനും. ലസത് പുണ്ട്രപാലം. 3 എന്താ പറഞ്ഞ ഭസ്മക്കുറികൾ 3 ധരിച്ചിരിക്കുന്നവനും. ലസത് പുണ്ട്രപാലം. ഭജേ ലോകമൂലം. ലോകത്തിന്റെ താരകനായിരിക്കുന്നവനെ അങ്ങേയ്ക്കായി പ്രണാമം. അതായത് കഴുത്തിൽ മാല അണിഞ്ഞിരിക്കുന്നത് ശിവപെരുമാളാണ്. അതുപോലെ തന്നെ ശിവന്റെ അടുത്ത ഭാവത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. നീലകണ്ഠനാണ് ഗണേശൻ എന്നാ പറയുന്നത്. അതായത് ഈ ഈശ്വരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈശ്വരൻ ആരായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്? ചോദിച്ചതല്ലേ? ശിവനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കാനായിട്ടുള്ള കാരണമുണ്ട്? കാളകൂട വിഷം കഴിച്ചുകൊണ്ടാണോ? കാളകൂട വിഷം കഴിച്ചത് അതൊരു കാരണമാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഉൽപ്പത്തി, അതായത് നമ്മൾ ഉണ്ടാകുക, നിലനിൽക്കുക, അതിനുശേഷം നശിക്കുക എന്നുള്ള പ്രക്രിയ നമ്മുടെ പ്രകൃതിയുടെ ഒരു പ്രക്രിയ. അതില്
ഏറ്റവും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത് ജനിക്കുന്നതും ജീവിക്കുന്നതുമാണോ അതോ ലയം ചെയ്യുന്നതാണോ? അത് ശരിക്കും ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഇങ്ങനെ എടുക്കാൻ പറ്റും. അതിലേറ്റവും നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതായിരിക്കും. അത് മരണത്തിനെയാണ് കാണിക്കുന്നത്. മരണത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ മരണമല്ല ശരിക്കും. ശിവൻ മരണത്തിന്റെ ആളല്ല, ലയത്തിന്റെയാണ്. അതായത് നമുക്ക് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകൾ, അത് 4ാമത് തുരീയം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതില് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സുഖത്തെ പ്രദാനം ചെയ്യുന്ന സുഷുപ്തി അവസ്ഥയിലേക്ക് നയിക്കുന്ന ആരോ അവനാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ശരിക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആനന്ദത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ആ ശിവന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് സുരന്മാർക്ക്, അതായത് ദേവന്മാരുടെ ശത്രുക്കൾ, ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ സ്വരൂപന്മാർ, സ്വാത്വികമായിരിക്കുന്ന വാസനയോട് കൂടിയിരിക്കുന്നവരുടെ ശത്രുവായി ഭവിക്കുന്നവനെ നശിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മഹേശന്റെ ആത്മബലം ശരീരരൂപം ധരിച്ചവനെ എന്ന് പറഞ്ഞത്. പിന്നെ ലസത് പുണ്ഡ്രഫാലം, 3 കുറികൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ 3 കുറികൾ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 3 അവസ്ഥയും കടന്ന് തുരീയ ഭാവത്തിലേക്ക് പോയവനെന്നാണ്. അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തിയൊക്കെ കടന്ന് തുരീയത്തിലേക്ക് പോയി ഈശ്വരീയമായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായി നിൽക്കുന്നവൻ എന്ന ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് 3 കുറികൾ തൊടുന്നത്. 3 കുറിയും, അതായത് 3 ഞാൻ കടന്നു, ഈ 3 ഭാവനയും കടന്ന് ഈശ്വര ചൈതന്യമായി മാറിയിരിക്കുന്നു എന്ന് കാണിക്കപ്പെടുന്ന ആ ഒരു ഭാവത്തെയാണ് ലസത് പുണ്ഡ്രഫാലം. അങ്ങനെയുള്ള ലോകത്തിന്റെ മൂലകാരകനായിരിക്കുന്നവനെ അങ്ങേ ഞാനിതാ ഭജിക്കുന്നു. പുരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം. ഉരസ്താരഹാരം, ഉരസ് എന്ന് പറഞ്ഞാൽ മാർവിടം, താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം. അതായത് മാറിടത്തിൽ നക്ഷത്രത്തെ ഹാരമായിട്ട്, മാലയായിട്ട് അണിഞ്ഞിരിക്കുന്നവനെ, ശരചന്ദ്രഹീരം, ശരത്കാല ചന്ദ്രനെ കിരീടമായി ധരിച്ചിരിക്കുന്നവനെ, അല്ലെങ്കിൽ ആ ശരത്കാല ചന്ദ്രനെ ധരിച്ചിരിക്കുന്ന സുരസ്ത്രീ വിചാരം, സുരന്മാരുടെ സ്ത്രീയെ കുറിച്ച് വിചാരം ചെയ്യുന്നവനെ, ഹൃദാർത്താരിഭാരം, ഹൃത്തിൽ ദുഃഖമുള്ളവന്റെ ഭാരത്തെ നശിപ്പിക്കുന്നവനെ, കടേദാനപൂരം, തന്റെ ആ മതജലത്തെ പ്രവാഹത്തോടു കൂടി ഉള്ളവനെ, ജഡാഭോഗിപൂരം, ജഡയിൽ ഭോഗികളെ അല്ലെങ്കിൽ പാമ്പുകളെ അണിഞ്ഞിരിക്കുന്നവനെ, കലാബിന്ദു താരം, കലയ്ക്കും ബിന്ദുവിനും താരത്തിനും നാഥനായിരിക്കുന്നവനെ, ഭജേ ശൈവവീരം, ശിവന്റെ വീര സ്വരൂപം, ശിവന്റെ വീര്യം പുത്രനായി പിറന്നവനെ. അപ്പോൾ ഇന്ന് ഈ 4 എടുത്ത് നിർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 4ാമത്തെ പറയുന്നതിന് ഇച്ചിരി കൂടുതൽ കാര്യമായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞതങ്ങ് നിർത്താം. 12:09. നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ എല്ലാം ഇപ്പൊ തെറ്റിയിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? പെട്ടെന്ന് സദാദാനശീലം ഒന്നുകൂടി പറഞ്ഞു തരും. ഏതാ വേണ്ട? 3ാമത്തെ ഇതിലുള്ള സദാദാനശീലം അതൊന്നുകൂടി പറഞ്ഞു തരും. 3ാമത്തെ ഇതിലുള്ള സദാദാനശീലം, ഗളദാനമാലം. ഗളത്തില്, അതായത് ജലപ്രവാഹത്തോടു കൂടി ഞാൻ സർവ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവനെന്നാണ്. ചലദ്ഭോഗിമാല, ഇളകുന്ന ഭോഗികൾ, പാമ്പുകളെ മാലയായിട്ട് ധരിച്ചിരിക്കണം. ശരിക്കും ഇതെല്ലാം പഠിക്കുമ്പോഴത്തേക്ക് കൂടുതൽ സമയം നമ്മൾ ഇരുന്ന് ചിന്തിച്ച് പഠിക്കുവാണെങ്കിൽ ഈ ചലദ്ഭോഗിമാലം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇടയിലേക്ക് വരും. കാരണം ഈ ഭോഗി എന്ന് പറഞ്ഞാൽ പാമ്പെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇതിന്റെ വൃത്തം തന്നെ ആ തലത്തിലാണ് ഗുരു എഴുതിയിരിക്കുന്നത്. പാമ്പെന്ന് പറഞ്ഞാൽ നേരെയുള്ള വഴികളിലൂടെ ഗമിക്കത്തില്ല, വളഞ്ഞ് പുളഞ്ഞാണ്. അപ്പോൾ ഒരു വിദ്യയെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ പാമ്പിനെ പോലെ അല്ലാതെ, അല്ലെങ്കിൽ അതിനെ അടക്കി മാറ്റി നിർത്തി വേണം നമ്മൾ വിദ്യയെ പ്രാപിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൂലാധാരത്തിൽ അടങ്ങിയിരിക്കുന്ന കുണ്ടലിനി ശക്തി ഒരു പാമ്പിനെ പോലെ വെളിയിലേക്ക് ഉയർന്നു വരണമെങ്കിൽ അതിനെ നമ്മൾ അടക്കി നിർത്തിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള മറ്റു വാസനകളെ അടക്കി നിർത്തി ആ ശക്തിയെ നമ്മൾ പ്രോജ്വലിപ്പിച്ച് മേളിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു പോകുമ്പോൾ വരുന്നത്.
അപ്പം ഗളധാനമാല, ഗളാംബോധകാലം അല്ലെ. ഗളാംബോധകാലം എന്ന് പറയുമ്പോൾ ഗളത്തിൽ അംബോധകാലമുള്ളവൻ, കറുത്ത വർണ്ണത്തോട് കൂടിയവൻ. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞല്ലേ. സദാദാനശീലം, അതായത് എല്ലായ്പ്പോഴും എന്താഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്നവർക്ക് നൽകുവാനായിട്ട് തക്ക ശക്തിയോട് കൂടിയവൻ. സദാദാനശീലം, അതായത് എന്ത് ചോദിച്ചാലും നൽകുവാൻ കഴിയുന്നത്. എന്ത് ചോദിച്ചാലും നൽകാൻ കഴിയുന്ന ആർക്കാണ്? എല്ലാം ഉള്ള ആൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെ. ഇല്ലാത്ത ആൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാം ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ അനുഗ്രഹ നിഗ്രഹ പ്രധാനത്തോട് കൂടി നിൽക്കുന്ന ആരും ആ ആളാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ദിവ്, അല്ലെങ്കിൽ ദേവൻ എന്ന് പറയുന്നത്. സുരാരാധി കാലം, സുരാരാധി കാലം, സുരന്മാർക്ക് ശത്രുവായിരിക്കുന്നവന്റെ കാലനായി ഭവിക്കുന്നവനെ. ആരാധി, സുരൻ പ്ലസ് ആരാധി. ആരാധി എന്ന് പറഞ്ഞ ശത്രു. കാലം, അതായത് ശത്രുവിനെ നശിപ്പിക്കുന്നവനെ. സുരൻ എന്ന് പറഞ്ഞ വാക്കിന് പിന്നീട് ഒരർത്ഥമുണ്ട്. വേദം, ജ്ഞാനം, അറിവെന്നും പ്രകാശം എന്നുണ്ട്. സുരാരാധി കാലം മഹേശാത്മബാലം, മഹേശന്റെ ആത്മസ്വരൂപം. മഹേശാത്മബാലം, ഒരു ബാലരൂപം ധരിച്ചവനെ. മഹേശന്റെ, വിശ്വ സ്വരൂപനായിരിക്കുന്ന മഹേശന്റെ ആത്മബലം ഒരു പുത്രനായി ജനിച്ചവനെ. മഹേശാത്മബാലം. ലസത് കുണ്ട്രഫാലം, തിരുനെറ്റിയിൽ 3 കുറികളും ചാർത്തിയിരിക്കുന്നത്. അപ്പൊ 3 കുറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലോകങ്ങളെയും കീഴടക്കിയവനെന്നാണ്. അതുപോലെ 3 വേദങ്ങളെയും പഠിച്ചവനെന്നാണ്. അതുപോലെ ഈ 3 അവസ്ഥകളെയും കിടന്ന് തുര്യത്തിലേക്ക് പോയവനെന്നാണ്. അങ്ങനെയുള്ള ലോകത്തിന്റെ കാരകനായിരിക്കുന്നവനെ. അടുത്തത് ഉരസ്താരഹൻ. ഉരസ് എന്ന് പറഞ്ഞാൽ മാറിടം. ഓക്കെ ആയില്ലേ? മൂന്നാമത്തെ. അടുത്ത ഉരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിടം. താരം ഹാരമായി അണിഞ്ഞിരിക്കും. അതായത് മാറിടത്തിൽ താരത്തെ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് സർവപ്രപഞ്ചത്തെയും തന്നിൽ തന്നെ ധരിച്ചു നിൽക്കുന്നവൻ മാത്രം. അതായത് സർവപ്രപഞ്ചത്തെയും തന്നിൽ നിൽക്കുന്നവന് മാത്രമേ ഉള്ളൂ താരകത്തെ മാലയായിട്ട് അണിയാൻ കഴിയുള്ളൂ അല്ലെ. അതായത് നക്ഷത്രത്തെ മാലയായിട്ട് അണിയണമെങ്കിൽ ആ ആകാശത്തെ തന്റെ ശരീരമാക്കി മാറ്റുന്നവന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ സർവ്വലോകത്തിന്റെയും കാരകനായിരിക്കുന്നവനെ. ശരത് ചന്ദ്രഹീരം, ശരത്കാല ചന്ദ്രൻ, ശരത്കാലത്തെ ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ അതുപോലെ പ്രശോഭിക്കുന്ന ആ ഒരു രത്നസ്വരൂപമായിരിക്കുന്ന ചന്ദ്രനെ ധരിച്ചിരിക്കുന്നവനെ. സുരസ്ത്രീ വിചാരം, സുരന്മാരുടെ സ്ത്രീയെ കുറിച്ച് മാത്രം വിചാരിക്കുന്നവൻ. സുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരെന്നാണ് ആ വാക്കിനർത്ഥം. ആ ഇവിടെയുള്ള വാക്കിലേക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ തന്നെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ, തന്നെ ഭജിക്കുന്നവരുടെ ഐശ്വര്യത്തിന് വേണ്ടി വിചാരം ചെയ്യുന്നവനെ. ഹൃദാർത്ഥാരിഭാരം, ഹൃത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആർത്തന്മാരായിരിക്കുന്നവരുടെ ആർത്തിയെ, ദുഃഖത്തെ നശിപ്പിക്കുന്നവനെ. ഹൃദാർത്ഥാരിഭാരം. കടേ ദാനപൂരം, കവിൾത്തടത്തിലൂടെ സദാപി ഇങ്ങനെ ആനന്ദത്തിന്റെ മതജലത്തെ പ്രവഹിക്കുന്നവനെ. കടേദാനപൂരം. ജഡാ ഭോഗിപൂരം, ജഡയിൽ ഭോഗികളെ അണിഞ്ഞിരിക്കുന്നു. ഭോഗി എന്ന് പറഞ്ഞാൽ പാമ്പ്. സർപ്പങ്ങളെ ആഭരണമാക്കിയിരിക്കുന്നവനെ. കലാബിന്ദു താരം, കലയ്ക്കും ബിന്ദുവിനും താരത്തിനും നാഥനായിരിക്കുന്നവന്. ഭജേ ശൈവവീരം, ശിവന്റെ വീര്യമായിരിക്കുന്നവൻ അല്ലെങ്കിൽ ശിവന്റെ വീര്യത്താൽ പിറന്നവനെ. അപ്പോൾ 4-മത്തത് പൂർണ്ണമായി. അപ്പോൾ അതിൽ ഒരു വാക്കുമാണ് ഇങ്ങോട്ട് കിട്ടാനായിട്ടുള്ളത്. കലാബിന്ദു താരം, കലയ്ക്കും ബിന്ദുവിനും താരത്തിനും ഈശ്വനായിരിക്കുന്നവൻ, അതായത് ഓംകാരത്തിന് നാഥനായിരിക്കുന്നവനെ. അകാര ഉകാര മകാരങ്ങളോട് കൂടിയിരിക്കുന്ന ഓംകാരത്തിന്. ഓംകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകാരം, ഉകാരം, മകാരം, ബിന്ദു, കല, ഇത്രയും കൂടുന്ന ഓംകാരം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണോ? അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങളെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ?
അപ്പൊ അങ്ങനെയുള്ള ഓങ്കാരത്തിന് നാഥനായിരിക്കുന്നവനെ, അപ്പോൾ ആ ഓങ്കാരത്തിന് നാഥമാവുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഓങ്കാരമായവർ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് ആളായി നിന്നവര് നാരായണായ നമ എന്ന് കുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പാടിയിട്ടുണ്ട് അല്ലെ. അതായത് ഓങ്കാരം എന്നവർ മൂന്നായി പിരിഞ്ഞതുകൊണ്ട്, ഓങ്കാരം എന്നവർ മൂന്നായി പിരിഞ്ഞപ്പോ എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഓങ്കാരം എന്ന ശബ്ദത്തിൽ നിന്നാണ് ആ നാദ്യം ഉണ്ടായത്. നാദമാണ്. ആ നാദത്തിൽ നിന്ന് സൃഷ്ടിയുടെ കാരകനായിരിക്കുന്ന ബ്രഹ്മാവും പരിപാലകനായിരിക്കുന്ന വിഷ്ണുവും ലയത്തിന്റെ നാഥനായിരിക്കുന്ന ആരാ ഉണ്ടായിരിക്കുന്നത്? ശിവപെരുമാളും ഉണ്ടായിരുന്നു. ആ ശിവപെരുമാളും എല്ലാം ഈ നാദസ്വരൂപമായിരിക്കുന്ന ഓങ്കാരം തന്നെ ആരാന്നാ പറഞ്ഞത്? ഇവിടെ ഭഗവാൻ പറഞ്ഞു വെക്കുന്ന ആരാന്നാ പറഞ്ഞത്? കലാബിന്ദു താരം. അതായത് ഈ നാദസ്വരൂപമായിരിക്കുന്നത്, അതായത് പരബ്രഹ്മമാണ് നീ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ അല്ലെ, നമ്മളൊന്നും ചൊല്ലുന്നില്ലോ അല്ലേ? ഓം ബ്രഹ്മണേ, ഓംകാരം എന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്നവനെ ഓം ബ്രഹ്മണേ മൂർത്തിമതേ സുധാനാം ശുദ്ധിഹേതവേ, അതായത് ഞങ്ങൾക്ക് ഐശ്വര്യത്തിന്റെയും ശുദ്ധിയുടെയും കാരകനായിരിക്കുന്നവനെ എന്ന് നമ്മൾ ആ ഗുരുശക്തിയിലൂടെ നമ്മൾ ചൊല്ലിയിരുന്നു. നമ്മുടെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ചൊല്ലിയതുപോലെ തന്നെ ഇതാ ഭഗവാനുള്ള കലാബിന്ദുതാരം, അതായത് ഓങ്കാരം തന്നെ ആയിരിക്കുന്നവനെ, അങ്ങനെ ഇരിക്കുന്ന ശൈവ സ്വരൂപമായിരിക്കുന്നവനെ അങ്ങേ ഇതാ ഞാൻ ഭജിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള 4 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ 4 ശ്ലോകങ്ങളിൽ പറഞ്ഞത് ഒക്കെ ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നോട്ടും തയ്യാറാക്കിയില്ല. എനിക്കതിന് സമയം കിട്ടിയില്ലെന്നുള്ളതാണ് വളരെ ദുഃഖമായിട്ടൊന്ന്. ഇന്ന് ചതയത്തിന്റെ കുറച്ച് പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കേൾക്കാമോ? കേൾക്കാം. അപ്പോൾ ഇന്ന് അതുകൂടാതെ ഇന്ന് ശരിക്കും ഞാൻ ഓർത്തിനി നിങ്ങൾ ഇന്ന് ഇതിനെക്കുറിച്ച് വേറെ ലിങ്കോ അങ്ങനെയൊന്നും ഇടാതിരുന്നപ്പോൾ, പകല് വരാതിരുന്നപ്പോൾ ഇന്ന് പ്രോഗ്രാം കാണില്ല. അപ്പൊ ഞാൻ ഇന്ന് വേറൊരു കാര്യം എടുത്തുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഫോണില് ഞാൻ ജസ്റ്റ് വേറെ മെസ്സേജ് എന്റെ ഓഫീസിൽ നിന്ന് അയച്ചപ്പോൾ അത് നോക്കാൻ വേണ്ടി നോക്കിയാറാണ് നിങ്ങളുടെ ലിങ്ക് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഒരു 11 മണിയായി തിരിച്ച് വീട്ടിൽ വരില്ല. അപ്പൊ ഭഗവാൻ ഇന്ന് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കൊണ്ട് അത് കണ്ടു ഇവിടെ എത്തി. എത്രമാത്രം നന്നായിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. എങ്കിലും എടുക്കാൻ കഴിഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ചോദിച്ചാൽ അതിന്റെ പൂർത്തീകരണമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് ഭഗവാൻ അവസരം നൽകട്ടെ എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് തീർക്കാൻ പറ്റുന്നതാണ് തീർത്തു തരാം, ഇല്ലെങ്കിൽ സാറിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. നമസ്കാരം. താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് വളരെ ഒരു നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. കാരണം എപ്പോഴും ഈ ഗണപതിയെ നമ്മൾ സ്തുതിക്കുമ്പം ഗണപതിനെ സ്തുതിക്കേണ്ട ഒരു രീതികളെ കുറിച്ച് ഭഗവാൻ ഇത്ര വ്യക്തമായിട്ട് ഭഗവാൻ എഴുതിയിരിക്കുന്ന ഗണപതി സ്തുതികളിൽ ആകെയുള്ള ഒരു കൃതി ഇതാണല്ലോ. ആ ഒരു കൃതിയെ ബേസ് ചെയ്ത് ഇത്രയും വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങള് അത് നമ്മൾ എത്ര കണ്ട് മനസ്സിലാക്കിയാണ് ആ കൃതി ആലപിക്കുന്നത് എന്നുള്ളതിലൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെ നമ്മുടെ ആളുകളെല്ലാം അറിയുമ്പോഴാണ് അതിന്റെ ഒരു പ്രാധാന്യം, എഴുതി തന്നിരിക്കുന്ന ആ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുന്നത്. അത് ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഈ 4 മന്ത്രങ്ങളിലൂടെ പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു, ഒരു സംശയമില്ല. ഗംഭീരമായ സൗന്ദര്യത്തിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ മാസങ്ങളിലും ചതയദിന ആളുകളിൽ ഇതുപോലെ നമ്മള് ഈ സത്സംഗങ്ങള് വയ്ക്കാറുണ്ട്. അടുത്ത മാസം വരുന്ന ചതയദിനത്തിൽ സമയം കണ്ട് വരിക, ബാക്കിയുള്ള 4 മന്ത്രങ്ങൾ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഒത്തിരിയധികം സന്തോഷം ഈ വൈകിയ വേളയിൽ ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ സാധിച്ചതിൽ. ഞങ്ങൾക്ക് ഉപരിയായിട്ടൊരു ക്ഷമാപണം ഞങ്ങളും ചോദിക്കുന്നു. കാരണം ഇപ്പൊ ഈ ശിവരാത്രിയും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കുറെ തിരക്കായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി ഈ ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് നമ്മള് കുറെ 2 ദിവസം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വന്നു. അതിന്റെ തിരക്കുമായിട്ട്, അതുകൊണ്ടാണ് കുറച്ച് പിന്നോട്ട് പോയത്.
എന്തു തന്നെയാണേലും അതിന് ക്ഷമ ചോദിക്കുന്നു. താമസിച്ചതിൽ അറിയിച്ചതിന് ഞാൻ പിന്നെ മനസ്സിൽ ഓർത്തു, എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, അപ്പം സമയത്ത് തയ്യാറാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ക്ഷമിക്കുക. അപ്പം അടുത്ത മാസം വീണ്ടും വരണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന. ഒത്തിരിയധികം സന്തോഷം. ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. ഞാൻ വേറെ ഇതായിട്ടൊന്നുമല്ല പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ശരിക്കും ഇങ്ങനെ ഒരു ഇതിലേക്ക് വേറൊരു കാര്യത്തിലേക്ക് പെട്ടുപോയി പെട്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാവാം എന്ന് വിചാരിച്ചു, അല്ലാണ്ട് അറിയിക്കാൻ താമസിക്കുന്നു വിചാരിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിലും എനിക്ക് പ്രശ്നം, ഞാൻ അന്നേരം ഓൾറെഡി അത് ഒന്ന് നോക്കണം, ഇച്ചിരി കഴിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഈ യാത്രയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. വളരെ സന്തോഷം നിങ്ങളോടൊക്കെ ഇത്രയും സമയം ചെലവഴിക്കുന്നത്. നിങ്ങൾ ഈ ഇവിടെ അവിടെ ഇരുന്ന് നിങ്ങളുടെ ജോലിയും കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി നിങ്ങൾ മെനക്കെടുന്നു. അപ്പോഴത്തേക്ക് മെനക്കെടുകയല്ല, നമുക്ക് അതിന് ഭഗവാന് വേണ്ടി സമയം കൊടുക്കുന്നത്. അപ്പം ഇത്രയും മാത്രം വർക്ക് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഇതിനകത്ത് ഇപ്പം വൈചേട്ടനെ വൈചേട്ടൻ വിളിക്കേണ്ട ഇതല്ല, എന്നൊക്കെ പ്രായം കുറഞ്ഞ ആളാണ്. കാരണം ഞാനത് ഇവിടെ നമ്മുടെ സേവാമേന് വന്നപ്പോൾ കണ്ടതാണ്. പിന്നെ സദാനന്ദ ചേട്ടന്, അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ശരിക്കും പറഞ്ഞ താങ്കളാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ തമ്മിലാണ് സംസാരിച്ചത് അല്ലേ? അപ്പം എന്റെ സീനിയർ ആയിട്ട് നാട്ടുകാർക്ക് പഠിച്ചതാണെന്ന് അറിഞ്ഞ സന്തോഷം. ഇനി എപ്പോഴേലും നേരിട്ട് കാണാൻ കഴിയട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എനിക്ക് വെളുപ്പിന് ഒരു യാത്രയുണ്ട്. നാളെ ഒരു 11 മണിക്ക് ചേർത്തലയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പോകേണ്ടതാണ്. അപ്പൊ നാളെ ഞാൻ അവധിയാണ്. അപ്പൊ അത് കാരണം ഞാൻ ഇതിൽ നിന്ന് പയ്യനെ ഒന്ന് ലെഫ്റ്റ് ആവുകയാണ്. മറ്റൊന്നും വിചാരിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. Thank you, sir.